അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, ഇതിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, ഇതിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 39 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഇന്ന് ജീവിതത്തിൻ്റെ ഓരോ വിഷയത്തിനു വേണ്ടി യാത്ര പുറപ്പെടുന്നവരെ ഈ നിമിഷം ആശീർവദിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവെ, മറ്റ് ജീവിത മണ്ഡലങ്ങളിലേക്ക് പോകുന്നവരെ, ഇന്ന് കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികളെയും, കടന്നു പോകുന്ന വഴികളെ, സഞ്ചരിക്കുന്ന വാഹനങ്ങളെ, സംസാരിക്കുന്ന വ്യക്തികളെ, ചർച്ച ചെയ്യുന്ന വിഷയങ്ങളെ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥതയിലെ ഈശോ ആശീർവദിക്കുന്നു. ഭവനരഹിതരെ, വസ്തുവില്ലാത്തവരെ, സ്ഥലമില്ലാത്തവരെ,
വഴിയില്ലാത്തവർ, അതുകൊണ്ട് വീട് വെക്കാൻ പറ്റാത്തവർ, അതുകൊണ്ട് വഴി നടക്കാൻ പറ്റാത്തവർ, വിറ്റുമാറ്റാൻ പറ്റാത്തവർ, വിവാഹം മുടങ്ങുന്നവർ, ഇങ്ങനെ എല്ലാ തടസ്സങ്ങളും, എല്ലാ വിഷമതകളും, അതുപോലെ തന്നെ തൊഴിലിൻ്റെ തടസ്സങ്ങൾ, ജീവിത തടസ്സങ്ങൾ, പഠനത്തിൻ്റെ തടസ്സങ്ങൾ, യാത്രയുടെ തടസ്സങ്ങൾ, രേഖാമൂലമായ തടസ്സങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ എന്ന് കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ കൽപ്പിക്കുന്ന സമാധാനമില്ലാത്ത വീടുകളെ, സമാധാനമില്ലാത്ത വഴി, സമാധാനമില്ലാത്ത വ്യക്തികൾ, പിരിഞ്ഞു താമസിക്കുന്ന മാതാപിതാക്കന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, കർത്താവെ അകന്നു പോയിട്ട് ഒരിക്കൽ മറ്റ് ബന്ധങ്ങൾ അകപ്പെട്ടു പോയ മക്കൾ, മാതാപിതാക്കന്മാരെ തിരിഞ്ഞു നോക്കാത്തതിനും വിളിക്കാത്തതിൻ്റെ പേരിൽ പുകഞ്ഞു നീറി കഴിയുന്ന മാതാപിതാക്കന്മാരെ അനുഗ്രഹിക്കണം പ്രാർത്ഥിക്കുന്നു. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out his spirit, touch with the fire finger, suck with the precious blood. Lord, infuse your spirit. Lord, infuse your spirit of power and grace. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, ക്രിസ്ത്യൻ്റെ അടയാളത്തിൽ നീയും നിൻ്റെ കുടുംബവും നിൻ്റെ ജീവിതവും നിൻ്റെ ഉദ്യമങ്ങളും നിൻ്റെ ലക്ഷ്യങ്ങളും ഈശോ ഇന്ന് ആശീർവദിക്കട്ടെ. റബി, അപ്പം അങ്ങ് എങ്ങനെ കണ്ടു എന്നെ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞില്ലേ, ഫിലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പേ ഞാൻ നിന്നെ കണ്ടു. അത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച്. നിങ്ങൾക്ക് കേട്ടോന്ന് അറിയത്തില്ല. എല്ലാവരെയും കാണുന്ന ഒരു ഫിലിപ്പോസ് ഉണ്ടല്ല, നിൻ്റെ അമ്മ, നിൻ്റെ അപ്പൻ, നിൻ്റെ കൂട്ടുകാർ, അവരെല്ലാം നമ്മൾ അറിയണത്. ഇവരൊക്കെ അറിയുന്നതിന് മുമ്പ് നിൻ്റെ ദൈവം നിന്നെ അറിയുന്നു. അതാണ് നിൻ്റെ അപകടം. ഫിലിപ്പോസ് അതിൻ്റെ അപകടവുമാണ്, അത് നിൻ്റെ അനുഗ്രഹവുമാണ്. നിൻ്റെ കൂട്ടുകാർ കാണാത്തത്, നിൻ്റെ വീട്ടുകാർ കാണാത്തത്, നിൻ്റെ നാട്ടുകാർ കാണാത്തത് കാണുന്ന കർത്താവ്. കണ്ടാൽ അനുഗ്രഹമായി മാറുന്ന വിഷയമുണ്ട്, കണ്ടാൽ അപകടമായി മാറുന്ന വിഷയമുണ്ട്. കർത്താവിനെ സൂക്ഷിക്കുക. വിശ്വാസം സംബന്ധിച്ചിടത്തോളം എപ്പോഴും കർത്താവിൻ്റെ വചനങ്ങൾ സൂക്ഷിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അനുദപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. അപ്പോൾ സുവിശേഷത്തിന് വിശ്വസിക്കേണ്ട ഓരോ ഭാഗങ്ങൾ, നിർദ്ദയനായ വൃത്തിയെ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, നാഥാനിയൽ മുന്നോട്ട് വെക്കുന്ന ഒരു സുവിശേഷമുണ്ട്, സമറിയായിലെ യോഹന്നാൻ മുന്നോട്ട് വെക്കുന്ന സുവിശേഷമുണ്ട്, അവശേഷിപ്പിക്കുന്ന സുവിശേഷം. അതിൽ വിശ്വസിക്കണം. ഇത് തന്നെയാണ് നമ്മൾ പത്രോസിലൂടെ കേട്ടത്. 70 പ്രാവശ്യമോ എന്താണ്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. വളരെ വെളിപാടോടുകൂടിയാണ് ഈ ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു വന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നമ്മളിലുണ്ടാകുന്ന പല പ്രശ്നങ്ങളിലും അതിൻ്റെ യഥാർത്ഥ പ്രശ്നത്തിൻ്റെ ഉത്തരവാദി നമ്മളാണ്. പക്ഷേ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതും പ്രശ്നത്തെ നമ്മൾ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിലും കർത്താവിൻ്റെ കൈകളുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഉദ്ദേശിക്കുന്നത് നമ്മളെ സുവിശേഷവൽക്കരിച്ചുകൊണ്ട് എംപവർ ചെയ്യണം ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും മനസ്സൊന്നും എടുക്കരുത്. പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതിൽ നിൽക്കുന്ന പാഠങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് പുരോഗമിക്കാൻ വേണ്ടി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഷാദ്, ജസ്ന മരുമോള് ജസ്ന, കുഞ്ഞ് കൃപൽ മരിയ. ഞാൻ 2019 ഇവിടെ ഉടമ്പടി എടുത്തത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് നിൽക്കുന്നത്, എൻ്റെ മാതാവ് വഴി ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഒരു കുഞ്ഞിനെ കിട്ടിയതിൻ്റെ സാക്ഷ്യപ്പെടുത്താനാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. 7 വർഷമായി എൻ്റെ മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ട് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുന്നില്ലായിരുന്നു. അപ്പോൾ ആദ്യം അവർക്ക് PCODൻ്റെ മോൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞാൽ PCODൻ്റെ മരുന്നൊക്കെ കുറച്ച് കഴിച്ചായിരുന്നു. അതിനുശേഷം പിന്നെ ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥനയൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ മോൾക്ക് 2 പ്രാവശ്യം ഗർഭിണിയായി 1.5 മാസം വളർച്ചയെത്താതെ അബോർഷൻ ആകുകയൊക്കെ ചെയ്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ മോളെ നോക്കുന്ന ഡോക്ടറെ അടുത്ത് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനി ഇവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകുകയില്ല. അപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായി. അപ്പം ഞാൻ പറഞ്ഞു, മക്കൾ നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവിൻ്റെ ഉടമ്പടി എടുത്തിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നേ? ദൈവം ഡോക്ടറാണോ? വലിയ ആൾ ഇവിടെ ഉണ്ടല്ലോ, പിന്നെ കൃപാസനത്തിലെ അമ്മ നമ്മുടെ കൂടെയുണ്ട്, ഈശോയും നമ്മുടെ കൂടെയുണ്ട്, പിന്നെ നിങ്ങൾ എന്തിനാണ് വിഷമിക്കുന്നത്? മോനാണെങ്കിലും ഭയങ്കര വിഷമമായിരുന്നു, സങ്കടമായിരുന്നു. ഇവൾ പിന്നെ അതിനുശേഷം ഉടമ്പടി എടുത്തപ്പോൾ ഇവൾക്ക് പിന്നെ അത്ര വിഷമം തോന്നില്ല. പക്ഷേ ഇവനെ എപ്പോഴും കരച്ചില്ല, കുഞ്ഞുങ്ങളെ ഇല്ലല്ലോ എന്ന് പറഞ്ഞ് പിന്നെ എല്ലാവരും കളിയാക്കുന്ന ഒരവസ്ഥ. നിങ്ങൾക്ക് ഇതുവരെയും കുഞ്ഞുങ്ങളുണ്ടായില്ലേ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിയാക്കിയപ്പോഴും ഇവർക്കൊരു കളിയാക്കുന്നതായിരിക്കില്ല, അവരിങ്ങനെ ചോദിക്കുമ്പം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവർ രണ്ടുപേരും പിന്നെ ഷാർജയിലേക്ക് പോയി. ആദ്യം ഇവൾ ഷാർജയിൽ കുറേ നാളുണ്ടായിരുന്നു എൻ്റെ അടുത്ത്.
അന്നേരമാണ് ഈ കുഞ്ഞുങ്ങളുണ്ടായി അബോർഷനായി പോയത്. അതിനുശേഷം പിന്നെ ഇവളെ വീണ്ടും അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇവൾ പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഇവൾ പിന്നെ ഗർഭിണിയായി, അത് അബോർഷനായി പോയി. അത് പിന്നെ ഇവളെ വീണ്ടും ഷാർജയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ കൃപാസനത്തിലേക്ക് വരുവാണെന്ന് ഇവരെ വിളിച്ചു പറഞ്ഞപ്പം ഇവരെന്നോട് പറഞ്ഞു, മമ്മി എന്നാൽ ഞങ്ങളുടെ ഒരു ഫോട്ടോ ഇട്ട് തരാം, മമ്മി അതൊന്ന് കൊണ്ട് പിന്നെ അവിടെ അച്ഛൻ്റെ അടുത്ത് കൊടുത്തിട്ടൊന്ന് പ്രാർത്ഥിക്കാമോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ശരി നിങ്ങൾ ഫോട്ടോ ഇട്ടതാന്ന് പറഞ്ഞിട്ട് ഞാനത് വേഗം പിന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയിട്ട് ഫോട്ടോ എടുത്ത് പിന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് അച്ഛനെ കാണണം എന്ന് പറഞ്ഞപ്പോൾ അവർ അവിടെ ഇരിക്കുന്ന കൗണ്ടറിൽ ഇരിക്കുന്നവർ പറഞ്ഞു അവർ വരട്ടെ, അവർ വന്നാലേ പിന്നെ കാണാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു സാരമില്ല, അച്ഛനെ കഴിഞ്ഞ് വലിയൊരാൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ഞാൻ അവിടെ കൊണ്ടുപോയി പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഫോട്ടോ കൊണ്ട് മാതാവിൻ്റെ മുമ്പിൽ വെച്ചിട്ട് പറഞ്ഞു, മാതാവിനെ മുട്ടിച്ചിട്ട് ഞാൻ അവിടെ ഇരുന്ന് കരഞ്ഞു, മാതാവേ എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ നീ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾക്ക് ഒരു കുഞ്ഞുങ്ങളെ കൊടുക്കാം, അല്ല എൻ്റെ മക്കൾക്ക് കുഞ്ഞുങ്ങളെ കൊടുക്കാൻ നിനക്ക് ആഗ്രഹം ഇല്ലെങ്കിൽ എൻ്റെ മാതാവേ അവർ നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെന്നുള്ള സങ്കടത്തിൽ ജീവിക്കാതെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, ഞങ്ങളെല്ലാവരും നിത്യതയോളം ദൈവത്തെ മഹത്വപ്പെടുത്തി കുഞ്ഞില്ലെങ്കിലും ദൈവം ഉണ്ടല്ലോ എന്നുള്ള ചിന്തയിൽ ജീവിക്കാനായിട്ട് സഹായിക്കണേന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മോളെ പിറ്റേ മാസം പ്രഗ്നൻ്റായി. അങ്ങനെ അവിടെ തന്നെ ഇവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു. ഞാനിവിടെ നാട്ടിലാണുള്ളത്, ഇവർ രണ്ടുപേരും അവിടെയും. അപ്പോൾ ഒരു 3 മാസമായപ്പോഴത്തേക്കും അവരെന്നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പം ഞാനും കൂടെ അവിടെ പോയിട്ട് മോളെ ശുശ്രൂഷയൊക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ നിന്നു. അപ്പം ഞാനവിടെ ചെന്ന ഉടനെ തന്നെ ഞാൻ എപ്പോഴും മാതാവിൻ്റെ ഉപ്പ് എടുത്തിട്ട് ഇവൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. മോളുടെ വയറ്റിൽ പിന്നെ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പം അടിവയറ്റിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കും. അതുപോലെ പരിശുദ്ധ അമ്മയുടെ പിന്നെ അഭിഷേക തൈലം എടുത്ത് നെറ്റിയിൽ കുരിശ് വരയ്ക്കും. ഞങ്ങളെല്ലാവരും, മോനും ഓൺലൈൻ ഉടമ്പടി എടുത്തായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും പ്രാർത്ഥനയിലായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 6 മാസമൊക്കെ ആയപ്പോഴത്തേക്കും മോൾക്ക് പെട്ടെന്ന് ഓക്സിജൻ കുറഞ്ഞു പോവുകയും ജലദോഷം, അവൾക്ക് ശ്വാസമുട്ടുള്ളതാണ്, ശ്വാസമുട്ട് കൂടിയിട്ട് ഓക്സിജൻ കുറഞ്ഞു പോവുകയും പിന്നെ ഞങ്ങൾ കുഞ്ഞിൻ്റെ ഓക്സിജൻ നഷ്ടപ്പെടുമെന്നൊക്കെ മനസ്സിലായി കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് ഞങ്ങളവിടെ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പം അവർ ഞങ്ങളെ അവിടുന്ന് പെട്ടെന്ന് ഒരു വണ്ടിയിൽ ഓക്സിജൻ സിലിണ്ടർ വെച്ചിട്ട് ഞങ്ങളെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് വിട്ടു. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ നമ്മളെ സാധാരണ ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞ് ഷാർജയിലൊക്കെ എങ്ങനെയാണ്, ഷാർജയിലൊക്കെ പോയവർക്കൊക്കെ അറിയാമായിരിക്കാം, നമ്മുടെ നാട്ടിൽ അവിടെ മറ്റുള്ള ഹോസ്പിറ്റലിലേക്ക് കഴിഞ്ഞും ഭയങ്കര പൈസയായിരിക്കും. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ മാതാവേ ഞങ്ങൾ എന്നാ ചെയ്യും, എൻ്റെ കുഞ്ഞിനെ അവിടെ എങ്ങനെ കൊച്ചിനെ അവിടെ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞങ്ങളുടെ വാടക, ഇവരുടെ വാടക, ഇവർ രണ്ടുപേർക്കും ജോലിയുണ്ട്, പക്ഷെ എന്നാലും വാടകയും ഭക്ഷണവും കൊച്ചിൻ്റെ ചികിത്സ എല്ലാം കൂടെ അങ്ങനെ നമുക്ക് കഷ്ടിച്ച് പോകാനേ പറ്റുള്ളായിരുന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ എൻ്റെ കുഞ്ഞിന് ഒരു ആപത്തും വരാതെ പൂർണ്ണ ആരോഗ്യത്തോടെ തന്നേക്കണം അമ്മേ, അമ്മയുടെ സന്നിധിയിൽ കൊണ്ടുവന്ന് അമ്മയുടെ കുഞ്ഞിന് കൃപൽ മരിയ എന്ന് പേരിട്ടേക്കാം അമ്മേ, ഒരു കുഴപ്പം ഇല്ലാതെ എൻ്റെ കുഞ്ഞിനെ തന്നേക്കണേ അമ്മേ എന്ന് പറഞ്ഞു. അമ്മ തന്നതല്ലേ ഞങ്ങൾക്ക്, ഇനി ഞങ്ങളെ കണ്ണീരിൽ ആഴ്ത്തല്ലേ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നിട്ട് ഞാൻ വേഗം റൂമിൽ പോയിട്ട് ഉപ്പും തൈലവും എടുത്തുകൊണ്ട് തൈലവും ഉപ്പും എടുത്തുകൊണ്ട് ഞാൻ മോളെയും കൂട്ടി പെട്ടെന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. മോൻ ജോലി സ്ഥലത്ത് നിന്ന് മോനും അങ്ങോട്ടേക്ക് വന്നു. അവർ തന്നെ വേഗം ഒരു വണ്ടി, ഇവൻ്റെ കമ്പനിയിൽ ഒരു വണ്ടി എടുത്ത് ഓക്സിജൻ സിലിണ്ടർ വെച്ച് അവിടുന്ന് പോയി പെട്ടെന്ന് അവിടുന്ന് വീൽ ചെയറിൽ കയറ്റി കൊണ്ടുപോയി. അപ്പോൾ വീൽ ചെയർ കയറ്റി പെട്ടെന്ന് എമർജൻസി ആയിട്ട് കൊണ്ടുവന്നാൽ നമ്മൾ പൈസ കൊടുക്കേണ്ടെന്ന് മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളോട് പറഞ്ഞു വിട്ടു. പെട്ടെന്ന് അവർ എല്ലാ കാര്യങ്ങളും എല്ലാ ടെസ്റ്റുകളും പെട്ടെന്ന് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അവർ എക്സ്റേ എടുക്കാനായിട്ട് ഇവരോട് എഴുതി ഒപ്പിട്ട് മേടിച്ചു. എക്സ്റേ എടുത്ത് കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് എന്തെങ്കിലും ആയാലും അവർ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞിട്ട് ഞാനവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ മോനും കരഞ്ഞ് പ്രാർത്ഥിച്ചു. മോളാണേലും ഭയങ്കര സങ്കടത്തിൽ. അപ്പോൾ ഞാനെന്ത് ചെയ്തു, ഞാൻ ഉപ്പൊക്കെ എടുത്ത് ഇച്ചിരി വായിൽ കൊടുത്തു, അതുപോലെ തേൻ കൊടുത്തു, തൈലം എടുത്തിട്ട് മോളുടെ വയറ്റിൽ കുരിശ് വരച്ചിട്ട് ഉപ്പിട്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അവർ ഒരു കുറേ കട്ടിയുള്ള തുണിയൊക്കെ മോളുടെ വയറ്റത്തിൽ ഇട്ടിട്ടാണ് അവർ എക്സ്റേ എടുത്തത്. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ പരമാവധി കുഞ്ഞിനൊന്നും പറ്റാത്ത രീതിയിൽ നോക്കിയിട്ടുണ്ട്. അപ്പം ഞാൻ പിന്നെ ഇവരോട് പറഞ്ഞു വിഷമിക്കേണ്ട, നമ്മുടെ അമ്മ മാതാവല്ലേ, എന്തിനാ വിഷമിക്കുന്നത്, നമ്മളെല്ലാം എല്ലാവരും ഉടമ്പടിയിലല്ലേ, വിഷമിക്കുകയൊന്നും വേണ്ട, നമുക്ക് തന്നതിനെ ദൈവം എന്തായാലും തിരിച്ചെടുക്കില്ല, ഒന്നും അങ്ങനെ വിഷമിക്കുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞു ഞാൻ ഇവരോട്. എല്ലാവരും ഭയങ്കര സങ്കടത്തിലായിരുന്നു. അപ്പം ഞങ്ങൾ അത് കഴിഞ്ഞിട്ട് 1.5 ദിവസം അവിടെ കിടന്നു. 1.5 ദിവസം അവിടെ കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളുടെ എല്ലാ കാര്യങ്ങളും, ഇവൾക്ക് ഫുഡ്, എല്ലാ സംഭവം, മരുന്നെല്ലാം അവർ ഫ്രീ ആയിട്ട് കൊടുത്തു. ഞങ്ങൾ എമർജൻസി ആയിട്ട് ചെന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പൈസ മുടക്കേണ്ടി വന്നില്ല. അതിനുശേഷം ഞങ്ങൾ റൂമിൽ വന്നിട്ട് പിന്നെ കുഞ്ഞിനൊരു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ എന്നും ഇരുന്ന് പ്രാർത്ഥിക്കും. ഞാനൊരു ദിവസം 1000 മണി ജവമാലയൊക്കെ ചെല്ലും, മാതാവേ എൻ്റെ കുഞ്ഞിനൊരു കുഴപ്പമില്ല. ഞാൻ ഇറച്ചിയൊക്കെ ഒഴിവാക്കി, ഞാൻ എൻ്റെ മോളുടെ പ്രസവം കഴിഞ്ഞ് ഞാനിവിടെ നിന്ന് കുഞ്ഞിൻ്റെ ഒരു ഫോട്ടോയെങ്കിലും മാതാവിൻ്റെ അടുത്ത് വെച്ചിട്ടേ ഞാൻ ഇറച്ചിയൊക്കെ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞ് ഇറച്ചിയൊക്കെ നേർന്ന് ഞാൻ മാംസമൊക്കെ ഒഴിവാക്കിയായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട്
പിന്നെ ആശുപത്രിയിലേക്ക് ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എനിക്കൊരു ദിവസം കാണിച്ചു തരണം, ഞങ്ങൾക്ക് ഇവിടെ ഒരു പരിചയമില്ല, ഞങ്ങൾക്ക് രാത്രിയിൽ കുഞ്ഞവരെയും കൊണ്ട് പോകുമ്പോൾ ഞങ്ങൾക്ക് ആരുമില്ല അമ്മയെ സഹായത്തിനായിട്ട്, എൻ്റെ അമ്മ യേശു അല്ലാണ്ട് ആരുമില്ല സഹായത്തിനെന്ന് പറഞ്ഞ് രാത്രി ഞങ്ങൾക്ക് പോകാൻ പറ്റില്ല, കുറേ ദൂരെയാണ് ഇവിടെ നോക്കുന്ന ഡോക്ടറെ ഹോസ്പിറ്റൽ. അപ്പം അങ്ങനെ ഞങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് മാതാവ് എനിക്കൊരു ദിവസം കാണിച്ചു തന്നു. ഒരു പിന്നെ കലണ്ടറില്ല, ഒരു കലണ്ടർ കാണിച്ചിട്ട് അതിൽ ചുമന്ന മഷി കൊണ്ടൊരു ദിവസമാണ്. ചുമന്ന മഷി കൊണ്ട് അവിടുത്തെ ഞായറാഴ്ചയും ശനിയാഴ്ചയാണ് അവിടെ ചുമന്ന മഷി കൊണ്ട് കലണ്ടറിൽ അടയാളപ്പെടുത്തിയേക്കണേ. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾ വിഷമിക്കേണ്ട, മാതാവ് ഒരു ദിവസം ഇങ്ങനെ ഒന്നെങ്കിലും ഞായറാഴ്ചയോ അല്ലെങ്കിൽ ശനിയാഴ്ചയോ ആയിരിക്കുമെന്ന്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവള് മാസം പൂർത്തിയായപ്പോഴത്തേക്കും പിന്നെ കൊച്ചിന് വേദനയൊക്കെ പയ്യെ തുടങ്ങി. അപ്പോൾ തലേ ദിവസം അനിയത്തിയുടെ മോൻ വീട്ടിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ, റൂമിൽ വന്ന് അവൻ്റെ അടുത്ത് ആരും ഇല്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നു? അപ്പോൾ മോളപ്പം പറഞ്ഞു, മാതാവേ അവനെ ഇവിടെ കൊണ്ടുവന്ന് വീട്ടിലൊന്ന് ആക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ അവനെ എയർപോർട്ടിൽ കുടുങ്ങി പോകില്ലേ അമ്മ ഞങ്ങൾ അവനെ കൊണ്ട് വീട്ടിലാക്കിയിട്ടേ ഞങ്ങൾക്ക് ആശുപത്രിയിൽ പോകാൻ പറ്റാവുള്ളേ എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ അന്ന് രാവിലെ മുതൽ തലേദിവസം രാത്രി മുതൽ അവൾക്ക് വേദന തുടങ്ങി. അപ്പോൾ അത് രാവിലെ മോനെ കൊണ്ട് മോൻ പോയിട്ട് അവനെ അനിയനെ കൂട്ടിക്കൊണ്ട് അനിയത്തി മോനെ കൂട്ടിക്കൊണ്ട് റൂമിലാക്കിയിട്ട് ഞങ്ങൾ അന്നേരം തന്നെ പോയി. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് പിന്നെ അഡ്മിറ്റായി ഡോക്ടർ വന്ന് നോക്കി. അപ്പോൾ അവർ പറഞ്ഞു ഗർഭപാത്രം വികസിക്കുന്നേ ഉള്ളൂ, കുറച്ച് താമസം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറേ വേദന തിന്ന് കുറേ കിടന്നു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ എൻ്റെ കുഞ്ഞിനെ ഒത്തിരി വേദന തീറ്റല്ലേ അമ്മേ, ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ തന്നേക്കണേ, ഓപ്പറേഷനൊന്നും ചെയ്യാൻ ഞങ്ങൾക്ക് ഒരു നിവൃത്തിയില്ല അമ്മേ, ആരും ഞങ്ങളെ സഹായിക്കാൻ ഇവിടെ ഇല്ല അമ്മേ, എൻ്റെ കുഞ്ഞിനൊന്നും വരുത്താതെ തന്നേക്കണേ അമ്മ എന്ന് പറഞ്ഞ് ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കുറേ രാത്രി 12 മണിയായിട്ടും മോളെ പ്രസവിക്കുന്നില്ല. എന്നിട്ട് ഡോക്ടർ വന്നിട്ട് പിന്നെയും പറയും ഗർഭപാത്രം കുറച്ചുകൂടെ വികസിക്കാനുണ്ട്, അങ്ങനെയാണ്. വീണ്ടും അവർ അങ്ങനെ അവിടെ കിടത്തിയേച്ച് പോകും. അപ്പോൾ ഒരു ഡോക്ടർ വന്നിങ്ങ് നോക്കിയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു ഡോക്ടർ വന്നിട്ട് എല്ലാം അവിടെ ഉണ്ടായിരുന്ന മെഷീനുകളെല്ലാം ഇങ്ങനെ ഓഫാക്കി വെച്ചു. അപ്പോൾ അതങ്ങ് വന്നിട്ട് പോയി കുറച്ച് ആയില്ല എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് ഞാനവിടെ ഈ കൊച്ചിൻ്റെ കരച്ചിലുണ്ടപ്പോൾ ഞാനവിടെ മുട്ടിൽ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ അമ്മേ എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നേക്കണം കേട്ടോ അമ്മേ, എൻ്റെ കുഞ്ഞിനൊരാപത്തും വരുത്താതെ തന്നാൽ അമ്മയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ കൊണ്ട് സാക്ഷ്യം പറഞ്ഞോളാം അമ്മേ, ഒരു കുഴപ്പമുണ്ടാക്കല്ലേ അമ്മയെന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് കരഞ്ഞു. ഞാനവിടെ മുട്ടിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴത്തേക്കും ഒരു ഡോക്ടർ ഓടി ഇങ്ങോട്ട് വന്നൊരു നീല ഡ്രസ്സ് ഇട്ട ഒരു ഡോക്ടറാണ്. അപ്പോൾ ആ ഡോക്ടർ ഇങ്ങനെ എനിക്കതൊരു മാതാവിൻ്റെ മുഖം പോലെ തോന്നി. ഓടി വന്നിട്ട് ആ മെഷീനിലെല്ലാം അങ്ങോട്ട് കുരിശ് വരച്ചു. വേഗം എല്ലായിടത്തും ഓടി വരുന്ന ആ ഈ മെഷീനൊക്കെ അങ്ങ് ഓണാക്കിയിട്ട് അതിലേക്ക് അങ്ങ് കുരിശ് വരച്ചു. അപ്പം എന്നിട്ട് പിന്നെ വേഗം 2 നേഴ്സും കൂടെ കയറി വന്നു. അപ്പം ഇവരോട് പറഞ്ഞു, മോളെ നീ ഒന്ന് കുറച്ച് സഹകരിക്കും, മോളെ നീ കുറച്ച് ശക്തിയോടെ ഒന്ന് സഹകരിക്കുന്നു പറഞ്ഞിങ്ങനെ അവർ പറയുന്നുണ്ട്. അപ്പം അവരെന്നിട്ട് ആ നേഴ്സിനോട് പറഞ്ഞു, അമ്മയൊന്ന് പറയമ്മേ, അവൾക്ക് ഞങ്ങൾ പറയണം മനസ്സിലാകഞ്ഞിട്ടായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവളോട് പറഞ്ഞു, മോൾ ഇച്ചിരി ശക്തിയായിട്ടൊന്ന് പിന്നെ പുഷ് ചെയ്യും, അന്നേരം അത് കുഞ്ഞ് പുറത്തേക്ക് വരുവുള്ളൂ എന്ന് പറഞ്ഞു. അവിടെ എന്നെ വിളിച്ച് കാണിച്ചു, തല വന്നിരിക്കുന്നുണ്ട് അമ്മയൊന്ന് പറ അമ്മയെന്ന്. അപ്പം ഞാനെന്താ എൻ്റെ കൊച്ചിനോട് പറഞ്ഞു മടുത്ത് ഞാനായിട്ട് പെട്ടെന്ന് തൈലം എടുത്തിട്ട് അടിവയറ്റിയെ കുരിശ് വരച്ചു. എന്നിട്ട് അടിവയറ്റിയെ കുരിശ് വെച്ച് എൻ്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ ഒരു കുഴപ്പമില്ല, ഇവിടെ നിന്ന് ഓപ്പറേഷനൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞിനെ തന്നേക്കണം കേട്ടോ, ഞങ്ങൾക്ക് ആരും ഇവിടെ സഹായത്തിനില്ല, എൻ്റെ അമ്മ ഈശോ അല്ലാണ്ട് ആരുമില്ല. അപ്പം പെട്ടെന്ന് ഞാൻ അവിടെ കൈ വിരിച്ച് പിടിച്ച് ശരിക്കും ഓപ്പറേഷൻ തിയേറ്ററിൽ ഒരു ഈശോയുടെ സ്വർഗമായിട്ട് എനിക്ക് തോന്നി. അവിടെ എന്തോ ഒരു വലിയ പ്രകാശമൊക്കെ ഇങ്ങനെ പറന്ന പോലെ. അപ്പോഴത്തേക്കും ഈ ഡോക്ടർ പെട്ടെന്ന് ഞാനിങ്ങനെ കണ്ണുനീരൊഴുകി 2 കണ്ണീർ കടലൊഴുകുന്ന പോലെ എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ കൈ വിരിച്ച് പിടിച്ച ഒരു ജപമാല തീരുന്നിടം വരെ ഞാൻ അവിടെ നിന്ന് മുട്ടയിൽ നിന്ന് പ്രാർത്ഥിച്ചു. 12:15 ഡോക്ടർ വന്ന് എല്ലാം അതിങ്ങനെ ഈ കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഇങ്ങനെ ഇവളോട് ഒത്തിരി മോളെ സഹകരിക്കാൻ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളിന്ന് ശക്തിയായിട്ട് മുക്കിക്കുക മോളെ, അങ്ങനെയൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അവർ. അപ്പം ഞാൻ നോക്കുമ്പോൾ തല വന്നിരിപ്പുണ്ട്. അപ്പം ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു. 12:45 പിന്നെ അവരിങ്ങനെ ഗുഡ് ഗേൾ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ കുഞ്ഞിങ്ങ് വന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് വാവിട്ട് കരഞ്ഞ് എൻ്റെ മാതാവിന് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറഞ്ഞു. എൻ്റെ മാതാവ് എപ്പോഴത്തേക്ക് ഇച്ചിരി കുഞ്ഞൊക്കെ അറിയുന്നില്ലാത്തപ്പോൾ ഞാൻ ഒട്ട് എൻ്റെ കുഞ്ഞിനൊക്കെ അറിയാത്തേ. അവർ ഇച്ചിരി കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് കുരിശ് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കി ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് അപ്പോൾ ഇച്ചിരി കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ അവിടെ കിടത്തി കഴിഞ്ഞപ്പോൾ കുഞ്ഞവിടെ നിന്ന് കരഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ഇവൾക്ക് ഞങ്ങൾ കൃപൽ മരിയ എന്ന പേര് വിട്ടു. അത് കഴിഞ്ഞ് 2 മാസമായപ്പോൾ ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് പോരേണ്ടി വന്നു. എൻ്റെ മോൻ്റെ ജോലി സംബന്ധമായൊരു കാര്യത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് അവൻ അവിടുന്ന് പോരേണ്ടി വന്നു. അപ്പം ഞങ്ങൾക്ക് അവിടുന്ന് പെട്ടെന്ന് അമ്മ ഈശോ പിതാവ് ഈജിപ്തിലേക്ക് കുഞ്ഞിനെ
എന്നെ അമ്മയും കൂട്ടി പോയതുപോലെ ഞങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് ഓടി പോരണ്ട്, അല്ലെങ്കിൽ അവിടെ നിന്ന് എല്ലാം നിർത്തി പോരേണ്ടി വന്നു. ഞങ്ങളെല്ലാം, എനിക്കാണെങ്കിലും 2 വർഷത്തെ വിസ എടുത്തു, അതുപോലെ എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് വിസ എടുത്തു, പാസ്പോർട്ട് എടുത്തു, എല്ലാം ഞങ്ങൾ അവിടെ ജോലിക്ക് വേണ്ടി. അപ്പം അവൻ്റെ ഓഫീസിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഇവന് പിന്നെ അവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റൂല. മമ്മി എനിക്ക് ഇനി അവിടെ നിൽക്കാൻ പറ്റില്ല, അമ്മ എനിക്ക് അവരോട് ഇനി അവരുടെ കൂടെ ഇനി നിൽക്കാൻ പറ്റില്ല, മമ്മി എന്നെ ചെയ്യേണ്ട. അപ്പം ഞാൻ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞു, മോനെ വിഷമിക്കേണ്ട, നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ നിർത്തിപ്പോര്. അപ്പം ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ച് കരഞ്ഞിങ്ങനെ പ്രാർത്ഥിക്കുമ്പം അമ്മ മാതാവിനോട് പറയുന്നു, മോളെ നീ പേടിക്കണ്ട കേട്ടോന്ന്. അപ്പം അങ്ങനെ ഞങ്ങൾ 3-ാമത്തെ ദിവസമായപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ മുഖേന ഒരു സ്ഥലത്ത് ഇൻ്റർവ്യൂവിന് പോയി. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ അന്ന് നാട്ടിലിരുന്ന് ജോലി ചെയ്താൽ മതി, പിന്നെ ഇത്ര രൂപ പറഞ്ഞ സാലറിയും അവൻ പറഞ്ഞ ഇത്ര രൂപ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സാലറി. അങ്ങനെ ചാലക്കുടിയിൽ ഓരോ ഓഫീസിലിരുന്ന് ജോലി ചെയ്താൽ മതി. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ വന്ന് കുഞ്ഞിനെയും കൊണ്ട് 2 മാസം പ്രായമുള്ള കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തി. അമ്മ മാതാവ് എല്ലാ സംരക്ഷണവും ഞങ്ങൾക്ക് തന്നു, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾ ഇവിടെ എത്തി. അങ്ങനെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഞാനിവിടെ 2 മാസം കഴിഞ്ഞപ്പം 3 മാസമായപ്പോൾ ഞാനിവിടെ വന്ന് കുഞ്ഞിൻ്റെ ഫോട്ടോ ഇവിടെ കൊണ്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് പിന്നെ ഞാൻ മാംസമൊക്കെ ഭക്ഷിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം അന്നേരം സാക്ഷ്യം പറയാൻ എത്രയോ ദൂരെ നിന്ന് കുഞ്ഞിനെ കൊണ്ട് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇപ്പം ഞങ്ങൾക്ക് എല്ലാം തന്ന ഈശോയ്ക്കും അമ്മയ്ക്കും ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്ന ഒത്തിരി കാര്യങ്ങൾ, ഇവിടുത്തെ പ്രേക്ഷിത പ്രവൃത്തി ഞാൻ ഇവിടുത്തെ പത്രം കൊണ്ടുപോയിട്ട് ഞാൻ ഈ കുഞ്ഞിനെയും കൊണ്ട് ഞങ്ങൾ 2 പേരും കൂടെ നടന്ന് പത്രം കൊടുക്കും. കുഞ്ഞിൻ്റെ കുഞ്ഞിക്കൈയിലായിരിക്കും പത്രം ഇരിക്കുന്നത്, അവളായിരിക്കും എല്ലാവർക്കും കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. അതുപോലെ അച്ഛൻ്റെ പിന്നെ ഡെയിലി ബ്ലെസ്സിങ് ഒക്കെ ഡെയിലി ബ്രെഡ് കേൾക്കും, ഇവിടുത്തെ സാക്ഷ്യങ്ങൾ കേൾക്കും, അതോടൊപ്പം ഇവിടുത്തെ ഉടമ്പടി ധ്യാനം കേൾക്കും. അതൊക്കെ ഞങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും, എല്ലാ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ എല്ലാവരോടും പറയും, ഞാൻ ഈ കുഞ്ഞിനെ കാണിച്ചാൽ എല്ലാവരോടും പറയും, എൻ്റെ മാതാവ് തന്നതാണ്, എൻ്റെ കൃപാസന മാതാവ് തന്ന, ഇവർക്ക് മക്കളുണ്ടാവില്ലായിരുന്നു, എൻ്റെ മാതാവ് തന്ന കുഞ്ഞ്, എല്ലാവരോടും ഞാൻ അങ്ങനെ തന്നെ പറയുമായിരുന്നു. പിന്നെ ഞങ്ങൾ കാരുണ്യപ്രവൃത്തിയായിട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടുന്ന എന്തൊരു ഇതും എൻ്റെ കയ്യിൽ ഒന്നും കിട്ടില്ലാത്തപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം. മാതാവേ, എനിക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഞാൻ എന്നിട്ട് വയസ്സായ അമ്മമാരൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ളവർക്കൊക്കെ ഞാൻ എൻ്റെ കയ്യിൽ കിട്ടുന്ന അനുസരിച്ച് ചിലപ്പോൾ എൻ്റെ സഹോദരങ്ങളൊക്കെ വരുമ്പോൾ എനിക്ക് ഇച്ചിരി പൈസയൊക്കെ തരും, ഞാൻ അതൊക്കെ കൊണ്ട് അമ്മമാർക്കൊക്കെ കൊടുക്കും. അതുപോലെ രോഗിയായി കിടക്കുന്നവർക്ക് തൈലം കൊണ്ടുവച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യും. അതുപോലെ ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം, ഞങ്ങൾക്കൊരു 18 സെൻറ്റ് സ്ഥലം മൊത്തമുള്ളൂ, ഞങ്ങളൊരു 4 സെൻറ്റ് സ്ഥലം ഞങ്ങളൊരു പാവപ്പെട്ട തളർന്ന് കിടക്കുന്ന ഒരു രോഗിക്ക് കൊടുത്തു. അതൊക്കെ പറയണമെന്ന് ഓർത്തിട്ടല്ല കേട്ടോ, ഞങ്ങൾ അത് ഇവിടെ പറയേണ്ടത് കൊണ്ട് പറഞ്ഞതാണ്, ഞങ്ങളത് ആരോടും അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു. അങ്ങനെ ഈ എത്രയും കാര്യങ്ങൾ എല്ലാം തന്ന് എൻ്റെ അമ്മയ്ക്ക് ഈശോയ്ക്ക് ഓടാനുകോടി നന്ദി. എൻ്റെ കുഞ്ഞുമാവെ ഞങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ വെച്ചിട്ട് പ്രാർത്ഥിച്ചോട് കൂടാനുകോടി നന്ദി പറയുന്നു. ഇങ്ങനെ 2 കാര്യങ്ങൾ എൻ്റെ മോള് പറയും. എൻ്റെ പേര് ജസ്ന, ഞങ്ങൾ വയനാട്ടിൽ നിന്നാണ് വരുന്നത്. 7.5 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലായിരുന്നു. അതിൽ 2-ാമത്തെ വർഷവും 6-ാമത്തെ വർഷവും ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അതിൽ 1.5 മാസം ആയപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ വളർച്ച നിൽക്കുകയും 2.5 മാസം ആകുമ്പോഴത്തേക്കും ആദ്യത്തേത് ഇത് കളയുകയാണ് ചെയ്തത്. 2-ാമത്തെ തന്നെ അബോർഷനായി പോവുക ചെയ്തത്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇനിയും പ്രഗ്നൻ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയേ സംഭവിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അതിന് ശേഷമാണ് ഞാനും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിന് മുമ്പേ തന്നെ മമ്മി ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുന്നത് 2023 ജൂലൈ 1-ാം തീയതിയാണ്. അതിനുശേഷം ഞാൻ ഗൾഫിലേക്ക് പോവുകയും ഒരു അബോർഷൻ കഴിഞ്ഞതുകൊണ്ട് ഞങ്ങൾ ആദ്യ മാസങ്ങളിൽ ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. ഒരു 7 മാസത്തിന് ശേഷമാണ് ഞങ്ങൾ നോക്കുന്നത്. അതിൽ ആ ഇടയ്ക്കാണ് മമ്മി ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുകയും ഞാൻ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തത്. ആദ്യത്തെ 2 പ്രഗ്നൻസിയിലും ഞങ്ങൾ സ്കാനിങ്ങിന് പോകുമ്പം കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്സ് കേൾക്കില്ലായിരുന്നു, കുഞ്ഞ് വളർച്ചയില്ലാണ്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. 3-ാമത്തതിൽ ഞങ്ങൾ പോയി കഴിഞ്ഞപ്പോൾ 1.5 മാസമായി ചെന്ന് കഴിഞ്ഞപ്പം ഹാർട്ട് ബീറ്റ്സ് കേട്ടു. അതായിരുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയ എന്താ പറയുക അനുഗ്രഹ നിമിഷം എന്ന് പറയാം. അപ്പം ഞാൻ ഡോക്ടറോട് ചോദിച്ച് ഏട്ടനെയും ആ ഹാർട്ട് ബീറ്റ്സ് കേൾപ്പിച്ചു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹ നിമിഷം തന്നെയായിരുന്നു. അതിനുശേഷം ഇങ്ങോട്ടേക്ക് മാതാവിനെ മുറുകെ പിടിച്ച്, അതിന് മുന്നേ അതെ ഉടമ്പടിക്ക് എടുത്തതിന് ശേഷം മാതാവിനെ മുറുകെ പിടിച്ച് എന്നും ഉപ്പും തൈലവും കഴിക്കുമായിരുന്നു, വയറ്റിൽ ഉടമ്പടി തൈലം തേക്കുമായിരുന്നു. എനിക്ക് PCOD ഉണ്ടായിരുന്നു, പീരിയഡ്സ് റെഗുലർ അല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് പീരിയഡ്സ് റെഗുലറായി, ഞാൻ പ്രഗ്നൻ്റായി. ഇപ്പോഴും എനിക്ക് പീരിയഡ്സ് റെഗുലറായി തന്നെ പോകുന്നു. എൻ്റെ PCOD മാറിയിട്ടുണ്ട്. ഞാൻ IVF IOS ഒന്നും ചെയ്തിട്ടല്ല കുഞ്ഞുണ്ടായത്, ഒരു ചികിത്സയും എടുത്തിട്ടില്ലായിരുന്നു. പീരിയഡ്സ് ഓവുലേഷൻ കറക്റ്റാവാൻ വേണ്ടി മെഡിസിൻ ഉണ്ടായിരുന്നു, പക്ഷേ അതും കറക്റ്റായിട്ടല്ലായിരുന്നു എനിക്ക് വന്നുകൊണ്ടിരുന്നത്.
ഈ കുഞ്ഞുണ്ടാവാൻ വേണ്ടി മാത്രം മാതാവ് എനിക്ക് ഓവുലേഷൻ കറക്റ്റാക്കി തന്നു. ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ടായി. മമ്മി പറഞ്ഞല്ലോ ചുമന്ന അക്ഷരത്തിലായിരുന്നു ഡേറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞായറാഴ്ചയായിരുന്നു. ഞായറാഴ്ച വെളുപ്പിന് 12:45 ഇവൾ ഉണ്ടായത്. ഈശോയുടെ ദിവസത്തിലാണ് കുഞ്ഞ് ജനിച്ചത്. പേര് കൃപൽ മരിയ എന്നാണ്. കൃപൽ മരിയ നിഷാദ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. മരിയ മാതാവിൻ്റെ പേരാണ് ഇട്ടിരിക്കുന്നത്. സാധാരണ മാമോദിസ പേര് വരുമ്പം ഹസ്ബൻഡിൻ്റെ അമ്മയുടെ പേരല്ലേ ഇടുന്നത്, പക്ഷേ ഇത് മാതാവിൻ്റെ പേരാണ് കുഞ്ഞിന് ഇട്ടിരിക്കുന്നത്, മരിയ എന്നുള്ള പേര്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ അവിടെ ഷാർജയിലായിരുന്നതുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രമായിരുന്നു കുർബാനയ്ക്ക് പോകാൻ സാധിക്കുള്ളൂ. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞാൻ ഓൺലൈനിൽ കുർബാന കൂടുമായിരുന്നു. അതുപോലെ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കൂടുമായിരുന്നു, സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു, അത് ഷെയർ ചെയ്യുമായിരുന്നു. എനിക്ക് കിട്ടുന്ന സാലറീൻ്റെ ഒരു വിഹിതം പാവങ്ങൾക്ക് കൊടുക്കുമായിരുന്നു. അതുപോലെ ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ബാങ്കിൽ നിന്ന് എനിക്ക് കുറച്ച് പൈസ കിട്ടിയിരുന്നു. അതിൽ ഞാൻ കുറച്ച് പൈസ ഓട്ടിസം ബാധിച്ച ഒരു അനാഥാലയം ഉണ്ടായിരുന്നു, അവിടെ ഫുഡിന് കൊടുത്തു. അങ്ങനെ മറ്റേ പത്രം അവിടെ പോയി ഷാർജയിലായിരുന്നു വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നേ. എൻ്റെ കൂടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എന്നിലൂടെ വിശ്വാസം വരികയുണ്ടായി. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിനും തിരുക്കുമാരനും തൊടുപുഴയിൽ നിന്നാണ് വരുന്നത്. അമ്മ മാതാവിൻ്റെ മുമ്പിൽ നന്ദി പറയാനായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. ഇവിടെ വന്നത് ഈ മാസം 8-ാം തീയതിയാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കാനായിട്ട് വന്നത്. ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായി അമ്മ മാതാവ് കൃത്യം 10 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരു ജോലി തന്ന് അനുഗ്രഹിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 4 വർഷമായി ഞാൻ UK-യിലായിരുന്നു. അവിടെ എൻ്റെ 2 വർഷത്തെ മാസ്റ്റേഴ്സ് ചെയ്യാനായിട്ടാണ് ഞാൻ UK-യിലേക്ക് പോയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഏകദേശം 1 വർഷത്തോളം ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ട്രൈ ചെയ്തു. പക്ഷേ ഒരു കമ്പനിയിൽ നിന്നും എനിക്കൊരു പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടിയിട്ടില്ല. എനിക്ക് എല്ലാ കമ്പനിയിൽ നിന്നും റിജക്ഷൻ മാത്രമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ 1 വർഷത്തോളം ഞാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പപ്പയും അമ്മയും എന്നോട് പറഞ്ഞു. അപ്പോഴാണ് പപ്പയും അമ്മയും മാതാവിൻ്റെ കാര്യം, കൃപാസന മാതാവിൻ്റെ കാര്യം എന്നോട് പറയുന്നത്. മാതാവിൻ്റെ കാര്യം എന്നോട് പറയുകയും ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി എന്നോട് പറയുകയും ചെയ്തു. പക്ഷേ ഞാൻ അവിടെ ആയിരുന്നതിനാൽ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കാത്തതിനാൽ പപ്പയും അമ്മയും എനിക്ക് വേണ്ടി ഉടമ്പടി എടുക്കുകയും ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛനെ വന്ന് കാണുകയും എൻ്റെ അവസ്ഥകൾ അച്ഛനോട് പറയുകയും ചെയ്തു. അങ്ങനെ അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് മാതാവിൻ്റെ ഒരു കാശുരൂപം എനിക്കായിട്ട് പപ്പയുടെ അമ്മയുടെ കയ്യിൽ കൊടുത്തു വിടുകയും ഇവിടെ വന്ന് സാക്ഷ്യം പറയുകയും ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഒരു മെഴുകുതിരിയും ജപമാലയും എൻ്റെ കൂട്ടുകാരൻ വഴി UK-യിലേക്ക് എനിക്ക് തന്നുവിട്ടു. പിന്നീട് ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും ഈ മാതാവിൻ്റെ ഈ കാശുരൂപവും ഈ തിരിയും കത്തിച്ചാണ് ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. എപ്പോഴും ജപമാല ചെല്ലുമ്പോഴും ഞാൻ ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. എപ്പോഴും ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുമായിരുന്നു. അങ്ങനെ ചെയ്യുമ്പോഴും ഞാൻ എല്ലാ കമ്പനികൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്തും എനിക്ക് റിജക്ഷൻ, പിന്നീടും എനിക്ക് കുറേ റിജക്ഷൻസ് ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം എന്നെ റിജക്റ്റ് ചെയ്തൊരു കമ്പനിയിൽ നിന്ന് എന്നെ വീണ്ടും തിരിച്ചിങ്ങോട്ടേക്ക് വിളിച്ചു. എൻ്റെ പ്രൊഫൈൽ കണ്ട് അവർക്കോ ഇഷ്ടപ്പെട്ട് അവർ തിരിച്ചിങ്ങോട്ട് എന്നെ വിളിച്ച് അവർക്ക് അവരെനിക്ക് വേണ്ടി ഇൻ്റർവ്യൂ ഷെഡ്യൂൾ ചെയ്തു. അങ്ങനെ അതൊരു ആക്ച്വലി ലണ്ടൻ ബേസ്ഡ് കമ്പനിയായിരുന്നു. ഞാൻ മിഡിൽസ്ബ്രോ എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലണ്ടനിലേക്ക് പോയി. പോകുന്ന വഴിയും ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. എനിക്ക് അത്ര ഹോപ്പൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു എക്സ്പീരിയൻസ് എങ്കിലും ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പ്രാർത്ഥന ചൊല്ലി ഞാൻ പോയി. ഈ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന സമയത്തും മാതാവിൻ്റെ ഈ കാശുരൂപം കൈ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. സാധാരണ ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സ് എന്ന് പറയുന്നത് 3 സ്റ്റേജസ് ആയിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു ഇനിഷ്യൽ ഇൻ്റർവ്യൂ ഉണ്ടാവും, പിന്നെ നമുക്കൊരു അസസ്മെൻറ്റ് തരും, ഒരു പ്രൊജക്റ്റ് തരും, അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ഒരു ഫൈനൽ ഇൻ്റർവ്യൂ. പക്ഷേ എൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ കഴിഞ്ഞ് എന്നെ അടുത്ത സ്റ്റേജിലേക്ക് വിളിക്കാമെന്ന് അവർ പറഞ്ഞ് ഞാൻ അവിടുന്ന് തിരിച്ച് മിഡിൽസ്ബ്രോയിലേക്ക് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കമ്പനി എന്നെ തിരിച്ച് എൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുവാണ്. ഈ സെയിം കമ്പനി എന്നെ വിളിച്ചിട്ട് പറയുകയാണ്, റോണി ഇനി സെക്കൻഡ് സ്റ്റേജിലേക്കും തേർഡ് സ്റ്റേജിലേക്കും പോകേണ്ട ആവശ്യമില്ല, ഫസ്റ്റ് സ്റ്റേജ് തന്നെ ഈ പാസ്സായി, റോണി സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞ് എനിക്ക് ആ ജോലി അന്ന് ലഭിക്കുകയാണ് ചെയ്തത്. അന്ന് ഞാൻ മാതാവിനോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് പിന്നീട് സാക്ഷ്യം പറയണമെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പെട്ടെന്ന് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചില്ല. അങ്ങനെ പെട്ടെന്ന് ഞാനവിടെ ജോയിൻ ചെയ്തു. പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ അച്ഛനോടും പറഞ്ഞു, അപ്പോൾ കുഴപ്പമില്ല,
വന്നിട്ട് സാക്ഷ്യം പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് കുഴപ്പമില്ലാതെ ലൈഫ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പതുക്കെ എൻ്റെ ജോലി തിരക്കുകൾ വന്നത് കാരണം പ്രാർത്ഥന എന്നിൽ നിന്ന് കുറഞ്ഞു തുടങ്ങി. ഞാൻ പ്രാർത്ഥനയോടുള്ള പ്രാധാന്യം കുറഞ്ഞു തുടങ്ങി. ഞാൻ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്നും പ്രാർത്ഥിക്കാതെയായി, പള്ളിയിൽ പോകുന്ന ഞായറാഴ്ചകളിൽ പള്ളിയിൽ പോവാതെയായി. അങ്ങനെ പോകും തോറും എൻ്റെ ജോലിയിൽ പല പ്രശ്നങ്ങളും വന്നു തുടങ്ങി. പെട്ടെന്നാണ് UK ഗവൺമെൻറ്റിൻ്റെ വിസ നിയമങ്ങൾ മാറുകയും അതെൻ്റെ ജോലിയെ ബാധിക്കുകയും ചെയ്യുന്നത്. ഈ കമ്പനി എനിക്ക് ആദ്യം വിസ തരാമെന്ന് പറഞ്ഞിരുന്ന കമ്പനി പിന്നീട് ഈ റൂൾസ് വന്നതോടെ എനിക്ക് വിസ തരില്ല എന്ന് പറയുകയും എൻ്റെ ജോലി നഷ്ടപ്പെട്ട് എനിക്ക് തിരിച്ച് നാട്ടിലേക്ക് വരേണ്ട അവസ്ഥയിലായി അങ്ങനെ നിൽക്കുന്ന അവസ്ഥയാണ്. അപ്പം എന്ത് ചെയ്യണമെന്നറിയാതെ മാതാവിനോട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു, അമ്മേ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചോളാം, എങ്ങനെയെങ്കിലും ഒരു ജോലി എനിക്ക് ശരിയാക്കി തരണേ എന്ന് ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് മാതാവ് ഇന്നും എന്നെ അനുഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഓൺലൈൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ടും എനിക്ക് ഒരു ജോലി അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. കുറേ കമ്പനീസിൽ നിന്ന് എനിക്ക് ഇൻ്റർവ്യൂസ് വന്നു. പക്ഷേ അവർക്ക് ആർക്കും എന്നെ സ്പോൺസർ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ പ്രൊഫൈൽ കണ്ടവർക്ക് ഓക്കെയാണ്, പക്ഷേ സ്പോൺസർ ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. അങ്ങനെ എൻ്റെ മനസ്സിലൊരു തോന്നലുണ്ടായി, ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഞാൻ നാട്ടിൽ വന്ന് അമ്മ മാതാവിൻ്റെ മുന്നിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം, സാക്ഷ്യം പറഞ്ഞതിന് ശേഷം മാത്രമേ എനിക്ക് ഒരു ജോലി അമ്മ എനിക്ക് തരും എന്നൊരു പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാൻ തീരുമാനിച്ചു. ഇവിടെ വന്ന് ഞാൻ ഈ മാസം 4-ാം തീയതിയാണ് എത്തിയത്. ഫസ്റ്റ് ആഴ്ച തന്നെ 8-ാം തീയതി തന്നെ ഞാൻ ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്തു. അങ്ങനെ ഞാൻ ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. ഒരു ഓൾഡ് ഏജ് ഹോമിൽ, അനാഥാലയത്തിലൊക്കെ പോയി ജീവകാരുണ്യ പ്രവർത്തികൾ ചെയ്തു. എന്നും കുർബാന അറ്റൻഡ് ചെയ്യാൻ തുടങ്ങി, കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നും ഡെയിലി ബ്രെഡ് കാണുകയും എല്ലാവർക്കും ഷെയർ ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഒരു 2-3 ദിവസം ഞാൻ ഇങ്ങനെ കഴിഞ്ഞപ്പം എൻ്റെ ഫോണിൽ ആക്ച്വലി ഞാൻ ലണ്ടനിലായിരുന്ന സമയത്ത്, ജോലി നഷ്ടപ്പെട്ട സമയത്തും കുറേ വേറെ രാജ്യങ്ങൾക്കും, ദുബായ്, അങ്ങനെ കുറേ രാജ്യങ്ങൾക്കുമൊക്കെ ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ കമ്പനികളിൽ നിന്നെല്ലാം എനിക്ക് റിജക്ഷൻ മാത്രം ഉണ്ടായിരുന്നു. ഞാൻ ആ ലണ്ടനിലായിരുന്നതുകൊണ്ട് എനിക്ക് അവർക്ക് പെട്ടെന്ന് ആളെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് എല്ലാ കമ്പനിയിൽ നിന്നും എനിക്ക് റിജക്ഷനാണ് വന്നത്. സോ ഞാൻ നാട്ടിൽ വന്ന് ഉടമ്പടി എടുത്തിട്ട് ഒരു വിസിറ്റ് വിസ എടുത്ത് ദുബായിക്ക് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തിരുന്നൊരു കമ്പനിയുടെ കോൺടാക്റ്റ്, ആ കമ്പനിയുടെ കോൺടാക്റ്റിൽ ഞാൻ ജസ്റ്റ് ചുമ്മാ ഇങ്ങനെ നോക്കിയപ്പം അവർക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കാമെന്ന് തോന്നി എനിക്ക്. ആക്ച്വലി ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചായിരുന്നു. അന്ന് അവർ എന്നെ റിജക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ വീണ്ടും ഒന്നുകൂടി അവരോടൊന്ന് ചോദിക്കാമെന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നിപ്പിക്കുക, മാതാവ് എന്നോട് തോന്നിപ്പിക്കുക അവർക്കൊന്നുകൂടെ മെസ്സേജ് അയക്കാം. അങ്ങനെ ഞാൻ അവർക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പം അപ്പോൾ അവർ പറയുകയാണ് ഇപ്പോഴും ആ വേക്കൻസി അവിടെ എപ്പോഴും ഓപ്പൺ ആയിട്ടുണ്ടെന്ന്. അപ്പം ഞാൻ എൻ്റെ CV അയച്ചു കൊടുത്തു. വിത്തിൻ 1 വീക്ക് വളരെ പെട്ടെന്നാണ് എൻ്റെ കാര്യങ്ങൾ പിന്നെ മുന്നോട്ട് പോയത്. അവർ എൻ്റെ CV നോക്കി അടുത്ത സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കി. രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എന്നെ സെലക്റ്റാക്കിയതിന് ശേഷം എനിക്കൊരു പ്രൊജക്റ്റ് തരുന്നു. ഈ പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് അത്ര കോൺഫിഡൻ്റ് അല്ല പക്ഷേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ ഞാനല്ല ചെയ്യുന്നത്, ഈ പ്രൊജക്റ്റ് മാതാവ് എന്നെക്കൊണ്ട് ചെയ്യിക്കണം, മാതാവിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ആ പ്രൊജക്റ്റ് ചെയ്തു തുടങ്ങി. ഒരു ദിവസം കൊണ്ട് തന്നെ ഞാൻ ആ പ്രൊജക്റ്റ് തീർത്ത് ഞാൻ അവർക്ക് അയച്ചു കൊടുത്തു. പിറ്റേ ദിവസം എനിക്ക് മെയിൽ വരുവാണ്, ഞാൻ അടുത്ത സ്റ്റേജിലേക്ക് സെലക്ട് ആയി എന്നും പറഞ്ഞ് എനിക്ക് മെയിൽ വരികയാണ്. അങ്ങനെ 3-ാമത്തെ സ്റ്റേജിലേക്ക് ഞാൻ സെലക്റ്റായി. ഞാൻ പറഞ്ഞ സാലറിയിൽ അവരെനിക്ക് ജോബ് ഓഫർ തന്നു. നാളെ ദുബായിക്ക് ഞാൻ പോവുകയാണ്. അമ്മ മാതാവ് അനുഗ്രഹിച്ച് തന്ന ജോലിയുമായിട്ട് ഞാൻ ദുബായിക്ക് പോവുകയാണ്. അമ്മ മാതാവിന് ഒരുപാട് നന്ദി. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 കോടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ തോപ്രാങ്കുടിയിൽ നിന്ന് വരുന്നു. സാക്ഷ്യം വൈഫ് പറയും. എൻ്റെ പേര് ഷേർലി ജോർജ്. ഞാൻ 2023 മാർച്ച് 17-ാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്ത അന്ന് ഇവിടെ കാലുകുത്തി ആ നിമിഷം മുതൽ ഈശോയിൽ നിന്ന് മാതാവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങി തരുന്നുണ്ട്. പിന്നെ ഇപ്പം ഞാൻ പറയുന്നത് 30 വർഷമായിട്ട് ഞങ്ങൾക്കൊരു വീടില്ലായിരുന്നു പറഞ്ഞാൽ വാസയോഗ്യമല്ലാത്തൊരു വീടുണ്ട്. അപ്പം ഞങ്ങൾക്ക് മാതാവ് ചെയ്തതൊരു അനുഗ്രഹത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള ഞാൻ
സെപ്റ്റംബർ 13 രാവിലെ ഡെലിവറിൻ്റെ സമയത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ വീടില്ലല്ലോ, അപ്പം ഞങ്ങളിവിടെ കുറേ ആളുകളെ 500 പേരെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരെല്ലാം വരുന്ന നമ്മുടെ വീടിൻ്റെ വാതിൽക്കൽ കൂടി. അപ്പോൾ ഇവരെല്ലാം വണ്ടിയെ കയറുമ്പോൾ എന്നോട് പറയും, നിൻ്റെ വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. അപ്പോൾ അത് കേൾക്കുമ്പോൾ നമുക്കും ഒരു വിഷമമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഈ 13 അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കും ഒരു വീട് തരണേ എന്ന് പറഞ്ഞിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പം സെപ്റ്റംബർ 14 ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് ഇങ്ങനെ നിൽക്കുമ്പം എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയുവാണ്, തൊട്ടടുത്ത് കിടക്കുന്ന വീട് സ്ഥലവും വിൽക്കാനിട്ടിരിക്കുക, നിനക്കത് വാങ്ങിക്കാൻ പറ്റും, ലോണും ഉണ്ട്, നീ അത് നോക്കാൻ. പെട്ടെന്നിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കിന് നമുക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല, എന്താ ഇങ്ങനെയെന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞപ്പോൾ വീണ്ടും തന്നെ അപ്പം തന്നെ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഉച്ച സമയത്ത് ഒരു ബ്രോക്കർ വന്നിട്ട് പറയുന്നത്. അപ്പം ഞങ്ങളൊരു വീടിങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു എവിടെയെങ്കിലും. എന്നൊരു ഈ ബ്രോക്കർ എന്നിട്ട് പറഞ്ഞു, തൊട്ടടുത്ത് നമ്മുടെ മുറ്റത്തോട് ചേർന്ന് കിടക്കുന്ന, അത് കണ്ടാലേ അറിയത്തുള്ളൂ മാതാവ് നമ്മളെ എത്ര അനുഗ്രഹിച്ചെന്നുള്ളത്. അപ്പം ആ വീടിങ്ങനെ കൊടുക്കാനിരിക്കുക, നിങ്ങൾ നോക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അവർ ഇത്രയൊക്കെ വില പറയുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് അതിനുള്ള പൈസയൊന്നും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാങ്കിലൊന്ന് പോയി നോക്കാം, ബാങ്കിൽ പോയി നോക്കുമ്പോൾ അറിയാമല്ലോ ലോൺ കിട്ടുമോ ഇല്ലയോ എന്നറിയാവുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ 2 പേരും കൂടെ SBI പോയി ലോണിൻ്റെ ചോദിച്ചു. പട്ടയമുള്ള സ്ഥലമാണ്, വാങ്ങാൻ വേണ്ടിയാണ്. അപ്പോൾ അവർ പറഞ്ഞു ലോൺ തരാമെന്ന് പറഞ്ഞു, നിങ്ങൾ അടുത്ത ദിവസം നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ആയിട്ട് വരാൻ പറഞ്ഞു. ഞങ്ങളുടെ ഡോക്യുമെൻറ്റ്സുമായിട്ടെല്ലാം ചെന്നു. അവരെല്ലാം കണ്ട് തൃപ്തിപ്പെട്ടിട്ട് പറഞ്ഞു ലോൺ തരാം, ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതെല്ലാം ശരിയാക്കി കൊടുത്തിട്ട് ഞങ്ങൾ പോകുന്ന ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പം അടുത്ത ഇത് വിളിക്കുന്നു, ഈ ആധാരത്തിൻ്റെ ഒരു കോപ്പി ഇല്ല എന്നും പറഞ്ഞു. വക്കീലിൻ്റെ അടുത്തൊക്കെ ചെന്നപ്പോഴും ഒരു പ്രശ്നമില്ല. മാനേജർ വന്ന് നോക്കി, എല്ലാവരും നോക്കി, അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ പറയുവാണ് പിന്നെ എന്നെ ചെന്ന്. ഏതായാലും പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ ഇതുപോലെ ഏത് സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പം വിശുദ്ധ വസ്തുക്കളാണ് ഉപയോഗിക്കുന്നത്, എപ്പോഴും കുരിശോട് കൂടിയാണ്, അങ്ങനെയാണ് എൻ്റെ ഒരു ചിന്ത തന്നെ. ഇപ്പോൾ രാവിലെ ഞാൻ ഈ ആധാരം എടുത്തുകൊണ്ടിട്ട് അതേലിങ്ങനെ നമുക്കതിൻ്റെ കോപ്പി ഇരിപ്പുണ്ട്, ആ കോപ്പിയിലിങ്ങനെ വിശുദ്ധ തൈലം വെച്ച് 4 സൈഡിലും കുരിശ് വരച്ചു, ഉപ്പും 4 സൈഡിലും വെച്ചു, മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, അമ്മയുടെ മോൻ അസാധ്യമായിട്ടൊന്നുമില്ല. ഇത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ബാങ്കുകാർ തന്നെ പറഞ്ഞു, ഇത് എഴുതിയിരിക്കുന്നത് മീനച്ചിൽ താലൂക്കിൽ നിന്നാണ്, നിങ്ങൾ അവിടെ പോയി എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ കുറച്ച് പേരോട് അന്വേഷിച്ച് കഴിഞ്ഞപ്പം ഇത് കിട്ടാനൊരു സാധ്യതയൊന്നും ഉള്ളതൊന്നുമല്ല. അപ്പം ഞാൻ പറഞ്ഞു, നമുക്ക് അമ്മയും തിരുക്കുവാരനും വലിയ ശരണമായിട്ടുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു, അമ്മേ ഇത് അമ്മ തന്നെ ചെയ്തു തരണം, അമ്മയുടെ മോൻ അസാധ്യമായിട്ട് ഒന്നുമില്ല, അത് പലതവണ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവളാണ് ഞാൻ, അതുകൊണ്ട് അമ്മ തന്നെ ഇത് ചെയ്തു തരണമെന്ന് പറഞ്ഞു. ഒക്ടോബർ 12 ഒരു 2 മണി സമയമായപ്പം എൻ്റെ ജീവിത പങ്കാളിയുടെ മനസ്സിലോട്ട് ഇങ്ങനെ തോന്നുക, ആ ഇരിക്കുന്ന ആധാരമെല്ലാം അപ്പം ബാങ്കിൽ നിന്ന് അതെല്ലാം നമുക്ക് തിരിച്ച് തന്നു വിട്ടു, നിങ്ങളിത് പോയി മീനാച്ചി താലിക്ക് പോയി മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പം പുള്ളിക്കാരൻ ഇതെടുത്ത് വെച്ചിട്ട് ശാന്തമായിട്ട് നോക്കി. ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരു 2:30 ആയപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. എടീ ഞാനത് നോക്കിയപ്പം ഭയങ്കര സന്തോഷത്തോടെ എന്നെ വിളിച്ചിട്ട് പറയുക, ആ ആധാരത്തിൻ്റെ കോപ്പി അതിനകത്ത് തന്നെ ഉണ്ടെന്ന്. കേട്ട് കഴിഞ്ഞപ്പോൾ എൻ്റെ ആ സന്തോഷം നമുക്ക് പറയാൻ അറിയത്തില്ല. കാരണം ഇത് ഒരിക്കലും കിട്ടുകയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സാധനമാണ് നമുക്കത് കിട്ടിയിരിക്കുന്നത്. അപ്പം ഞാൻ അവിടുന്ന് ഓടി വന്ന്, ഞങ്ങൾ സംഘത്തിന് പോയതാണ്, അവിടുന്ന് ഓടി വന്ന് അവിടെ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ജപമാല ചൊല്ലിയിട്ട് ആയിക്കോട്ടെ നോക്കുന്നതെന്ന്. ഒരു ജപമാലയും ചൊല്ലി കരുണക്കൊന്തയും തിരുകുടത്തേക്കൊന്തയും ചൊല്ലിയിട്ട് നോക്കിയപ്പം അതിനകത്ത് ഇരിക്കുക. അപ്പോഴത്തേനും അയലോക്കത്തുള്ളവരെല്ലാം ഓടി വന്ന് ഈ സ്ഥലം തരുന്ന ആളുകൾ വരെ വന്നിട്ട് പറഞ്ഞു, ഇത് എന്തോ ഒരു അത്ഭുതമായത്. കാരണം എല്ലാവരും തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് നോക്കിക്കൊണ്ടിരുന്ന സാധനമാണ് കിട്ടിയത്. പിറ്റേ ദിവസം ഞങ്ങൾ ബാങ്കിൽ ചെന്നപ്പം അവരും പറഞ്ഞു ഇതൊരു ഭയങ്കര അത്ഭുതമാണെന്ന് പറഞ്ഞു. അത് അങ്ങനെ തീർന്നു കഴിഞ്ഞിരുന്നപ്പോഴാണ് പിന്നെ അടുത്തത് വരുന്നത്. സിവിൽ സ്കോർ കുറവാണ് ഞങ്ങൾക്ക്. അതിനും ഞാൻ ഈ ഉടമ്പടി ഇത് തന്നെ ചെയ്തു, അമ്മയുടെ ഇതെടുത്ത് വെച്ചിട്ട്. അപ്പം ഞാൻ വിട്ടു പറയാൻ ഒരു കാര്യം, ഞാൻ ഇത് 2ാമത്തെ സാക്ഷ്യമാണ് എൻ്റെ ആൾക്കാരെ ഞാൻ പറയുന്നത്. അത് ആദ്യമേ പറയണമെന്ന് ഓർത്തു പെട്ടെന്നത് പറഞ്ഞില്ല. അതും ഇതുപോലെ തന്നെ ആധാരം എടുത്ത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം ഈ ഒക്ടോബർ 19 അച്ഛൻ്റെ രാവിലത്തെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് അച്ഛൻ പറയുക, നാളെ നിങ്ങൾ നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം എടുത്ത് ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചോ. പെരയ്ക്ക് വേണ്ടിയിട്ടുള്ളവരാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ തൊഴുത്ത് പണിയുന്നവരാണെങ്കിൽ അങ്ങനെ തൊഴുത്തിൻ്റെ അടുത്ത് പോയി നിന്നോ അല്ലേ അവിടെ നിന്നോ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം നമുക്കൊരു കച്ചിത്തുരുമ്പാണ് കിട്ടിയിരിക്കുന്നത് തമ്പുരാൻ്റെ കയ്യിൽ നിന്നുള്ളത്. പിറ്റേ ദിവസം രാവിലെ എടുത്ത് വെച്ച് പിന്നെ പിറ്റേ ദിവസമാകാൻ വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുക ഈ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയിട്ട്. രാവിലെ ഇതുപോലെ തന്നെ ഡെയിലി ബ്രെഡിൻ്റെ സമയത്ത് കുരിശ് തൈലം തൊട്ട് 4 സൈഡിൽ ഞാൻ കുരിശ് വരച്ചു, 4 സൈഡിൽ ഉപ്പും വെച്ചു, ഒരു കാശുരൂപം അതിനകത്ത് വെച്ചു. എന്നിട്ട് ഞാനിതിങ്ങനെ ഉയർത്തിപ്പിടിച്ച് പ്രാർത്ഥിച്ചു, അമ്മേ സിവിൽ സ്കോർ അമ്മയ്ക്ക് അസാധ്യമായിട്ടും അല്ല, അമ്മയുടെ മോൻ എന്നെ അസാധ്യമായിട്ടുള്ളത് ഒത്തിരി അനുഭവങ്ങളും അനുഗ്രഹങ്ങളും ഞാൻ കണ്ടിട്ടുള്ളതല്ലേ, അതുകൊണ്ട് ഇതിനു മുമ്പും ഈ കഴിഞ്ഞ ആഴ്ചയും ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നാൽ ഇതും കൂടി ചെയ്തു തരണം എന്ന് പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു. എന്നതാണെങ്കിലും
പിറ്റേ അത് കഴിഞ്ഞ് തിങ്കളാഴ്ച പോയി ചൊവ്വാഴ്ചത്തെ ആരാധന കഴിഞ്ഞപ്പോൾ എന്തേ ബാങ്ക് മാനേജർ വീട്ടിൽ വന്ന് നിൽക്കുക, വീട് കാണാൻ വന്നതെന്നും പറഞ്ഞ്. അപ്പം എനിക്ക് തരുന്ന എല്ലാ അനുഗ്രഹങ്ങളും ചൊവ്വാഴ്ച ദിവസമാണ് കിട്ടുന്നതെല്ലാം. പിന്നെ അവർ വന്ന് നോക്കിയിട്ട് പറഞ്ഞു. അപ്പം ഞങ്ങളിങ്ങനെ അന്താളിച്ച് നിൽക്കുക, കാരണം സിവിൽ സ്കോർ ഇല്ല, ലോണ് കിട്ടുകയില്ല, ലോണ് തള്ളിപ്പോകുമെന്ന് പറഞ്ഞതാണ്. എന്നാണേലും അവർ വന്നു പോയി ലോണ് കിട്ടി. ഞാൻ ഒത്തിരി ഒന്നും വരുത്തിക്കുന്നില്ല, കാരണം ഇത് എല്ലാവർക്കും സാക്ഷ്യം പറയാനുള്ളതല്ലേ. അതിലും ആ ലോൺ അനുവദിച്ച് ഞാൻ അപ്പോഴും അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, അമ്മയെ ഒക്ടോബർ 25 മുമ്പ് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണേ. അപ്പോൾ എൻ്റെ പിള്ളേരൊക്കെ വിളിക്കുമ്പോൾ പറയും, അമ്മ 3-ാം വർഷമല്ലേ നടക്കാൻ പോകുന്നത്, ഇത് കഴിയുമ്പോൾ അമ്മയ്ക്ക് അതിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു. ഒക്ടോബർ 25 ആയില്ല, അതിന് മുമ്പേ തന്നെ ലോണും അനുവദിച്ചു. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട്, അമ്മേ എനിക്കൊരു ലോൺ എന്ന് കിട്ടിയാലും കുഴപ്പമില്ല, ഇതിൻ്റെ ഒരു അടയാളം കിട്ടിയച്ചമ്മ. പക്ഷേ അടയാളമല്ല തന്നത്, ലോണ് 30 ലക്ഷം രൂപ അനുവദിച്ചു. അത് അവരുടെ കയ്യിലും കൊടുത്തു, ആധാരം ചെയ്തു. ഇന്നലെയാണ് ആധാരം ചെയ്ത് മാറിയത്. പിന്നെ ഞാൻ പറഞ്ഞു, നമുക്കേതായാലും എന്നേതായാലും വേണ്ടില്ല, അമ്മയുടെ ഇത് പുറത്തു പോയി നന്ദി പറഞ്ഞതിന് ശേഷം മതി ബാക്കി എന്ത് കാര്യം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇന്നലെ അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, അമ്മേ മഴക്കാലമൊക്കെയാണ്, ഞങ്ങൾ പോകുന്ന വണ്ടി ഇനി അടുത്ത 8-ാം തീയതിയാണ് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളെയും കൊണ്ട് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എനിക്ക് അതിന് മുമ്പായിട്ട് സാക്ഷ്യം പറയണം, എന്നാ ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പം ഒരു മുഖം എൻ്റെ മനസ്സിലേക്ക് കാണിച്ചു തന്നു. അപ്പം തന്നെ ആ സഹോദരനെ വിളിച്ചു, സഹോദരൻ വരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ 12 മണിക്ക് അവിടെ നിന്ന് പോകുന്നതാണ്, ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി തന്നെ. ഒരുപാട് അനുഗ്രഹങ്ങൾ ഇങ്ങനെ ഇതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഈ ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ഉണ്ടല്ലോ, അവർ പറഞ്ഞു ഇത് എന്തൊരു അത്ഭുതമായി നടക്കുന്നതെന്നായി ചോദിക്കുന്നത്. കാരണം ഞങ്ങളുടെ അഡ്വക്കേറ്റ് ആണെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ഒരാളായി, നോട്ടറി വക്കീൽ. അവിടെ ചെന്നപ്പോൾ ആണെങ്കിലും ഞാൻ ശകലം ഉപ്പെടുത്തുകൊണ്ട് പോയി വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ട് കൊന്തയും കൈ പിടിച്ചുകൊണ്ട് ചെന്നിട്ട് ആ ഇരിക്കുന്ന ചെയറിൻ്റെ സൈഡിലും നമ്മുടെ പരിശുദ്ധ അമ്മ എങ്ങനെ നമ്മളോട് ഇടപെടുന്നോ അതുപോലെയാണ് നമ്മളോട് ഇടപെടുന്നത് ഓരോരുത്തരും. അമ്മയും തിരുക്കുമാരനും നമ്മുടെ കൂടുതലുണ്ട്, പിന്നെ നമ്മളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. എല്ലാ കാര്യങ്ങളും ഞാൻ എപ്പോഴും അമ്മയുടെ ഈ വീടും പെരയുവാണെങ്കിൽ പോലും ഒരു 30 വർഷം മുമ്പ് നമ്മളോട് സെൻറ്റിന് 3000 വെച്ച് മേടിച്ചോളാൻ പറഞ്ഞ ഒരു സ്ഥലവും പെരയാ. ഈ പെര പണിതെല്ലാം നമ്മുടെ കണ്ണിലാണ് കണ്ടത്. നമ്മളത് കയറി കാണാനൊന്നും പോയിട്ടില്ല. 3 ബെഡ്റൂം ഉണ്ടെന്ന് പറഞ്ഞ വീടിന് 4 ബെഡ്റൂമും എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരു വാർക്ക വീടാണ് അമ്മ തന്നെ ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നത്. അത്രയേറെ അനുഗ്രഹം അമ്മ ചെയ്തു തരുന്നത്. പിന്നെ ഞങ്ങൾ 2 പേരും കൂടിയാണ് കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. പുള്ളിക്കാരൻ ഞങ്ങളും കൂടെ കൂടിക്കൊണ്ടൊരു 500 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം കൃത്യസമയത്ത് നോക്കി നമ്മൾ വിളിച്ച് ചോദിച്ച് പുതുക്കാൻ പോകണ്ടേ, വരുന്നില്ലേ, അങ്ങനെയെല്ലാം ചോദിച്ച് ചെയ്യുന്നു. ഒരു 2000 പേരുടെ അടുത്ത് കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ പത്രം ഇവിടുന്ന് വാങ്ങിക്കൊണ്ട് പോയാൽ ഞങ്ങൾ ചെയ്യുന്നതെന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 2 പേരും കൂടെ സ്കൂട്ടിയെ കയറി പോവും. നമ്മുടെ അനുഗ്രഹങ്ങളും പറഞ്ഞ ഓരോ വീടുകളിലും കയറി ഇറങ്ങിയാണ് കൊടുക്കുക. അത് ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ചിലപ്പം രാത്രി 8 മണിയൊക്കെ ആവും രാവിലെ ഇറങ്ങുന്ന, എന്നാലും ഒരു മടുപ്പോ ക്ഷീണമൊന്നുമില്ല. നമ്മളിതെല്ലാം ചെയ്തേച്ച് വരുമ്പോഴത്തേനും നമുക്കൊരു അനുഗ്രഹം ദൈവം അവിടെ കരുതി വച്ചിരിക്കുക. അതുപോലെ അനുഗ്രഹങ്ങളാണ് ഇങ്ങനെ തരുന്നത്. ഈ പത്രം പിന്നെ എല്ലാ മാസവും ഇവിടുന്ന് പത്രം മേടിച്ച് കൊണ്ടുവന്ന് ഞാൻ ഓരോരുത്തർ പറഞ്ഞു വിടുമ്പോഴൊക്കെ പത്രം മേടിച്ച് 5-6 കെട്ട് കൊണ്ടേ കൊടുക്കും. പിന്നെ കാരുണ്യപ്രവൃത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തൊരു 10-24 അപ്പച്ചന്മാരുള്ള ഒരു സ്നേഹഭവനുണ്ട്, അവിടെ പോകും. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിൽ നിന്ന് ചോദിച്ചും മേടിച്ച് കൊണ്ടേ കൊടുക്കും, നമ്മളായിട്ടും കൊടുക്കും, അങ്ങനെ എല്ലാം കൊടുക്കുന്നു. ഒത്തിരി അനുഗ്രഹങ്ങൾ നല്ല പറയേണ്ടത്. ഇത് എന്നാ പറയുന്നത്, ഒരു പൂവ് ചോദിക്കുമ്പോൾ ഒരു പൂന്തോട്ടം തന്നെയാണ് നമുക്കിങ്ങനെ തരുന്നത്. അത്രയേറെ അനുഗ്രഹങ്ങളാണ് ചെയ്തു തരുന്നത്. ഇതിനെങ്ങനെ നന്ദി പറയേണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. ഞാൻ അച്ഛൻ പറയുന്ന പോലെ ഞാൻ ഏത് പ്രാർത്ഥന ചെല്ലുന്നതിന് മുമ്പ് ഞാൻ ഈശോയോടൊരു വാക്ക് പറയും, ഈശോയെ ഞാൻ ഈ ചോദിക്കുകയോ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പൊറുക്കണേ എന്ന് പറഞ്ഞേച്ചാൽ ഞാൻ ഏത് കാര്യവും ചോദിക്കുള്ളൂ. കാരണം എനിക്ക് പഠിത്തമോ വിവരമോ ബോധമോ അങ്ങനെയൊന്നുമില്ല. അപ്പം ഞാനിങ്ങനെ ഈശോയോട് പറഞ്ഞിട്ടേ ചെയ്യും. എന്ത് കാര്യമാണേലും ചോദിക്കുന്നതിന് മുമ്പേ നമ്മുടെ ഉള്ളിൽ നിന്നത് പറഞ്ഞു തരുക. പൈസയ്ക്കൊക്കെ വിഷമം വന്ന് ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മുടെ മുഖങ്ങളിങ്ങനെ ഓരോ മനുഷ്യരെ കാണിച്ചു തരും. ചോദിക്കാൻ പോലും ഇടവരുത്താതെ കൊണ്ടിട്ടാണ് ദൈവം നമുക്ക് കൊണ്ട് ഇങ്ങനെ വരുന്നതിന്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ഒരു കോടിയൊന്നും. എൻ്റെ പേര് മെർലിൻ എന്നാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് തോമസ്. ഞങ്ങളുടെ മകൻ്റെ പേര് ജെർമിയ പോൾ തോമസ്. മാതാവിനെ ഈശോയ്ക്ക് നന്ദി. ഞങ്ങളുടെ വീട് ചേർത്തലയിലാണ്. ഞങ്ങളിപ്പോൾ UK യിലാണുള്ളത്. ഞങ്ങൾ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് ജൂൺ 24, 2022 വളരെ സത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കത് ശരിക്കും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഭയങ്കര ഓണസ്റ്റായിട്ട് പറയുകയാണ്. അതിൻ്റെ അകത്തെ നിബന്ധനകളും എല്ലാം ഒന്നും ആ ഒരു സമയത്ത് ആ ഒരു പ്രായത്തിൽ ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആകെ ചെയ്യാൻ പറ്റിയിരുന്നുള്ളതെന്ന് വെച്ചാൽ ബൈബിൾ വായിക്കുക, പറ്റുന്നതുപോലെ കുർബാന സ്വീകരിക്കുക,
പറ്റുന്ന പോലെ കുമ്പസരിക്കുക, ഇത് മാത്രമേ ശരിക്കും ഞങ്ങൾ അന്ന് ചെയ്തിരുന്നുള്ളൂ. 2 വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചതുപോലെയൊക്കെ തന്നെയാണ് ഞങ്ങളുടെ ജീവിതം മുന്നോട്ട് പോയത്. ഞങ്ങൾ UK പോയി. ഞങ്ങൾക്ക് തോമസിന് വളരെ നല്ല യൂണിവേഴ്സിറ്റിയിൽ ഇഷ്ടമുള്ള ഫീൽഡിൽ തന്നെ പഠിക്കാൻ സാധിച്ചു. എനിക്കാണെങ്കിലും ഞാനൊരു അക്കൗണ്ടൻ്റാണ്, Big 4 വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തുനിന്ന് വേറൊരു അല്ലെങ്കിൽ ഒരു ഹെൽത്ത് കെയർ ജോലിയിലോട്ട് പോകുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ചെന്ന 1 മന്തിൽ തന്നെ എനിക്ക് എൻ്റെ ഫീൽഡിൽ എനിക്ക് ജോലി കിട്ടി. അപ്പോഴൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പം നമ്മൾ എല്ലാം ഓക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ അന്വേഷിക്കത്തില്ല. പിന്നീട് ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ എക്സ്പെക്റ്റിംഗ് ആണെന്നറിഞ്ഞു. എൻ്റെ ജോലി മാറി, പുതിയ ഓപ്പർച്യൂണിറ്റി വന്നു. പുതിയ ഓപ്പർച്യൂണിറ്റിയുടെ പുറകെ പോയി. പ്രാർത്ഥിച്ചിട്ടൊക്കെ തീരുമാനം എടുത്ത് സ്ഥലമൊക്കെ മാറിയത്. പക്ഷേ ഇരുന്നാലും എക്സ്പെക്റ്റിംഗ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ 2 പേരുടെയും ഹെൽത്ത് ഭയങ്കരമായിട്ട് മോശമായി. എൻ്റെ ഹസ്ബൻഡിന് ഇൻഫെക്ഷനുള്ള പനി വരാൻ തുടങ്ങി. 2-3 മാസം അടുപ്പിച്ച്. ഞാൻ ആ സമയത്ത് പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഹസ്ബൻഡിനെ ഒരു രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഞാൻ ഫുൾ ടൈം വോമിറ്റിങ്ങും സിക്നെസ്സും അങ്ങനത്തെ അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്താൽ ആ ഒരു സ്ഥലത്ത് വേറൊരു നാട്ടിൽ പോയി പ്രത്യേകിച്ച് ഹെൽപ്പ് ചെയ്യാൻ ഒത്തിരി ആൾക്കാരൊന്നും ഇല്ലാണ്ട് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മൾ എന്തോരം ലോൺലിയാണ്, എന്താണ് നമ്മുടെ സിറ്റുവേഷൻ എന്ന്. അങ്ങനെ ഞങ്ങളൊരു 2-3 ഞാനാണെങ്കിൽ പുതിയ ജോലിയിലോട്ട് കയറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പ്രൊബേഷനിലായിരുന്നു. എനിക്ക് ഒരു ഫ്ലെക്സിബിലിറ്റിയും വർക്കിൽ കിട്ടുന്നില്ലായിരുന്നു. അതിനുശേഷം ഞാൻ എൻ്റെ പേരൻസും ഹസ്ബൻഡിൻ്റെ പേരൻസും എല്ലാം പറഞ്ഞു, ഓക്കെ നാട്ടിലോട്ട് വാ, ഇനി ഒന്നും നോക്കണ്ട, നിങ്ങൾ നാട്ടിലോട്ട് വന്നാൽ മതി, നമുക്കെല്ലാം പ്രാർത്ഥിച്ച് ശരിയാക്കാം എന്ന് പറഞ്ഞ് ഞങ്ങൾ നാട്ടിലോട്ട് വന്നു. അപ്പോഴൊന്നും ഞാൻ വീണ്ടും പറയാം, അപ്പോഴൊന്നും ഞങ്ങൾക്ക് ഉടമ്പടി കറക്റ്റായിട്ട് ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ല. നാട്ടിൽ വന്നു 2-3 മാസങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ വിഷമം ഇതാണ്, ഹസ്ബൻഡ് ഇത്രയും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിച്ചു, ഫീൽഡിലൊരു ജോലി, അത് UK പഠിച്ച അത്രയും നമ്മൾ ഇത്രയും എഫേർട്ട് എടുത്ത് അവിടെ പോയി പഠിക്കുമ്പോൾ നമുക്ക് ആ ഫീൽഡിലൊരു ജോലി വേണം, അതായിരുന്നു നമ്മുടെ ഒരു ആഗ്രഹം. അത് കിട്ടിയില്ല, അത് ശരിയായില്ല എന്നൊരു മനസ്സിലൊരു വിഷമം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ മോനായി, പിന്നെ ലൈഫിനെ പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ ശരിയാവുന്നില്ലല്ലോ, ഇനി എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകണ്ടേന്ന് നമുക്കറിയില്ല. അപ്പോഴാണ് നമ്മളുടെ പേരൻസ് നമ്മളോട് പറഞ്ഞത്, ഉടമ്പടി പുതുക്ക്, എല്ലാം നിങ്ങളൊന്ന് അവിടെ ചെല്ല്, മാതാവിൻ്റെ അടുത്ത് ചെന്ന് പ്രാർത്ഥിക്ക്, എല്ലാം ശരിയാകും എന്നുള്ളത്. മോന് 1 മാസം ഉണ്ടായപ്പോൾ ഞങ്ങളിവിടെ വന്നു, ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞങ്ങളുടെ ലൈഫ് എങ്ങനെയാണ് മാറിയതെന്ന് സത്യമായിട്ടും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ഉയർന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം എഴുതി, പക്ഷേ ഞങ്ങളുടെ ആത്മീയ ജീവിതം അത്രയ്ക്ക് ബെറ്ററായി. ബാക്കി എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിടാൻ തുടങ്ങി. ഓക്കെ, കുർബാന കറക്റ്റായിട്ട് പോകണം, കുമ്പസാരിക്കണം, നന്നായിട്ട് 2 ആഴ്ച കൂടുമ്പോൾ നമ്മളൊരു കുഞ്ഞ് തെറ്റ് മനസ്സിലിരിക്കെ കുർബാന സ്വീകരിക്കാൻ മനസ്സിൽ ബുദ്ധിമുട്ട് വരും. അപ്പം ഞങ്ങൾ 2 പേരും തീരുമാനിക്കും കുമ്പസാരിച്ചിട്ട് മതി, ഇനി അടുത്ത വേറെ ഇനി കുമ്പസാരിച്ചിട്ട് മതി വേറെ കാര്യങ്ങളൊക്കെ. എന്നിട്ട് ഞങ്ങൾ പോയി കുമ്പസാരിക്കും. അങ്ങനെ 2 ആഴ്ച കൂടുമ്പോൾ ഞങ്ങൾ കുമ്പസാരിക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വന്നു. അതുമാത്രമല്ല, അങ്ങനെ ഞങ്ങൾ 2ാമത് ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഒത്തിരിയായി ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഉടമ്പടി ഉപ്പും ഉടമ്പടി എണ്ണയും, ഞങ്ങളുടെ മോൻ ഉടമ്പടി തൈലം, ഞങ്ങൾ എന്നും നെറ്റിയിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങളുടെ ഒത്തിരി സ്റ്റൊമക്ക് റിലേറ്റഡ് ഇഷ്യൂസ്, ഞങ്ങൾക്ക് ഒത്തിരി വ്യത്യാസങ്ങൾ ഞങ്ങളുടെ ലൈഫിൽ വരാൻ തുടങ്ങി. ഞങ്ങളുടെ ഇൻഫെക്ഷൻസ് ഒക്കെ മാറാൻ തുടങ്ങി, ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുകയാണ്. ഓൾസോ ഇതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഫിനാൻഷ്യലി ഭയങ്കര സ്റ്റേബിളായിട്ടുള്ള സിറ്റുവേഷനിലല്ലായിരുന്നു. ഞങ്ങൾ മോനുണ്ടായതാണെങ്കിലും ഞങ്ങൾ ജസ്റ്റ് ഗ്രോയിങ് കപ്പിൾസാണ്, ഞങ്ങൾ സെറ്റിലായി വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴും ഞങ്ങൾ ഒരു കാര്യം ഉറപ്പ് വരുത്തിയത്, ഒത്തിരി പേരെ സഹായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, പഠിക്കാൻ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ തന്നെ സാലറി, ഞങ്ങൾ വേറെ എവിടെ നിന്നല്ല, ഞങ്ങൾ തന്നെ ഏൺ ചെയ്യുന്നതിൻ്റെ അകത്തുനിന്ന് കുറച്ച് ദശാംശം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ജീസസ് യൂത്തിന് ഒരു 10 പേരെ കൂടാനുള്ള സഹായം, അല്ലെങ്കിൽ വീട് വെച്ച് കൊടുക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത്. ഓൾസോ ഞാൻ ഡെലിവറി ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു ഭയങ്കര പാവപ്പെട്ട വീട്ടിലെ ഒരു ഫാമിലി
നമുക്ക് പരിചയമുള്ള ഒരു ഫാമിലി ഉണ്ട്. അവരുടെ മോള് ഇതുപോലെ തന്നെ ഇവൻ്റെ അത്രയും തന്നെ മാസമുള്ള ഒരു കുഞ്ഞ് അവിടെ ഉണ്ടാകാൻ പോകുമായിരുന്നു. അപ്പോൾ അവരുടെ എൻറ്റയർ ഡെലിവറി കാര്യങ്ങളെല്ലാം നമ്മൾ അവർക്ക് വേണ്ടി ഫിനാൻഷ്യലി ഒത്തിരി ഹെൽപ്പ് ചെയ്ത് കൊടുത്തു. ഇതൊക്കെ ചെയ്യുമ്പോഴും നമ്മുടെ കാര്യങ്ങൾ നമ്മൾ ശരിക്കും അതല്ല ഇമ്പോർട്ടൻറ്റ്, നമ്മൾ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പെർസ്പെക്റ്റീവ്. നമ്മൾ ശരിക്കും ഉടമ്പടി ഒരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു ജീവിത രീതിയാണെന്നൊക്കെ നമ്മൾ ശരിക്കും പഠിച്ചു വരുമായിരുന്നു. ശരിക്കും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം ഞങ്ങൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സ്ഥലത്തുണ്ടെങ്കിലും ഞങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ഞങ്ങൾ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കെ എൻ്റെ ഹസ്ബൻഡിന് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്ലൈ ചെയ്യാതെ ഇങ്ങോട്ടൊരു ജോബ് ഓഫർ വന്നു. അത് ആമസോണിൽ ഏരിയ മാനേജറായിട്ടാണ്. ആ ജോബിൻ്റെ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതർവൈസ് ഞങ്ങൾക്ക് മോനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റില്ലായിരുന്നു ഇൻ കേസ് ഞങ്ങൾ പോകുന്നുണ്ടെങ്കിൽ. പക്ഷേ ഈ ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഈ ജോലി ശരിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മോനെയും കൊണ്ട് പോകാൻ പറ്റും. ഓൾസോ ഹസ്ബൻഡിന് പഠിച്ച ഫീൽഡിൽ തന്നെ ഏറ്റവും നല്ലൊരു ജോലി ആയിരിക്കും അത്. അങ്ങനെ ഒത്തിരി അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, മാതാവ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് തരണേ. പക്ഷേ ഞങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രാർത്ഥിച്ചു, മാതാവേ ഈശോയെ, അങ്ങേക്ക് ഹിതം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കുള്ളതാണ് ഇത് എങ്കിൽ മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി, ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഒരു കുഴപ്പവും ഇല്ല എന്നായിരുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെയും മൈൻഡിൽ. കാരണം നമ്മൾ തീരുമാനിച്ചിട്ട് എന്താ നാളെ വരുന്നതെന്ന് നമുക്ക് പിന്നെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരിക്കും നമുക്ക് നാളെ വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചതാണ്, ഇത് വേണ്ടതാണെങ്കിൽ കാര്യമൊക്കെ ശരി, ഇതൊക്കെ നല്ലതാണ്, കിട്ടിയാൽ ഭയങ്കര സൂപ്പറാണ്, പക്ഷേ നല്ലതാണെങ്കിൽ മാത്രം മാതാവിനും ഈശോയ്ക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ മാത്രം തന്നാൽ മതി എന്നായിരുന്നു ഞങ്ങളുടെ മൈൻഡിൽ. അങ്ങനെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഹസ്ബൻഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങി. ഭയങ്കര ടഫ് ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരു 3 hours ഇൻ്റർവ്യൂ ആയിരുന്നു. അതിനു മുന്നേ ഞങ്ങൾ എല്ലാ ദിവസവും ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. അന്നാണെങ്കിലും ഇൻ്റർവ്യൂവിന് മുന്നേ ആണെങ്കിലും ഉടമ്പടി ഉപ്പും തൈലവും പുരട്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു, നന്നായി പ്രാർത്ഥിച്ചു. നന്നായിട്ട് ഇൻ്റർവ്യൂ പ്രിപ്പയർ ചെയ്യാനും നന്നായിട്ട് പെർഫോം ചെയ്യാനും ദൈവം അനുഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മെയിൽ വന്നു, അവർക്ക് സാറ്റിസ്ഫൈഡ് ആണ്, അവർ ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഈ ഹസ്ബൻഡിന് ഈ പോസ്റ്റ് തരാൻ അവർ റെഡിയാണെന്നുള്ള പോസ്റ്റ് മെയിൽ ഞങ്ങൾക്ക് വന്നു. അപ്പം ഞങ്ങൾ ഫോക്കസ് ചെയ്തിരുന്ന കാര്യങ്ങൾ വേറെ ഇതാണ്, ദൈവം തന്ന അനുഗ്രഹങ്ങൾ. അപ്പോഴാണ് നമ്മൾ ഓർത്തത്, നമ്മളിത് ഇത്ര ആഗ്രഹിച്ചായിരുന്നു, ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ഉടമ്പടിയിൽ നമ്മൾ വെച്ച ആ കാര്യങ്ങൾ എന്ന് അപ്പോഴാണ് നമ്മൾ ഓർക്കുന്നത്. ഈശോയ്ക്കും മാതാവിനും ഒത്തിരി 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 നന്ദി. ഞങ്ങൾക്ക് ഇനി വിസയുടെ കാര്യങ്ങളും എല്ലാം ശരിയായി ഞങ്ങൾക്ക്. എൻ്റെ പേര് അഞ്ജു ജോജോ. ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തീഡ്രൽ ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018 ഞാൻ അന്ന് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും, രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു. എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദുവായിരുന്നു. പിന്നീട് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു. എനിക്ക് രണ്ട് കുട്ടികളായി. ആദ്യത്തെ കുട്ടി ഉണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. 2012 മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ. രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ 3ാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു, അതെനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 3ാമത് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു. 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ്. 3ാമത് എന്താവും, 2 സിസേറിയൻ ആയിരുന്നു. 3ാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ 3ാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ 3ാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു, കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് കുഞ്ഞിനെ വേണം, സിറ്റ്സ് അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ 2ാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ ആ സിസ്റ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് 10 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു. എൻ്റെ തലമുടി എനിക്ക് തല നിറച്ച് മുടിയായിരുന്നു. എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെയായിരുന്നത്, നിറച്ചും തുള വീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്ത് മുഴുവനും. അന്ന് എന്നെ പൂർണ്ണമായി നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല,
ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. മൂന്നാമതൊരു കുഞ്ഞായപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ അനസ്തേഷ്യ തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ഇതിൻ്റെ സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം. അപ്പോൾ അതിലൂടെ അനസ്തേഷ്യ തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, കാരണം മൂന്നാമതും സിസേറിയൻ വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം. ഇപ്പം ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സിസേറിയൻ്റെ തലേദിവസം വരെ എനിക്ക് തീരെ വയ്യായിരുന്നു. മിക്ക ദിവസവും ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു. എൻ്റെ ഈശോ, എനിക്ക് ഇന്നത്തെ ഇതിലെനിക്ക് സിസേറിയൻ തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത്. അത് എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു. പുറന്ന് പറയാനില്ല, അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കിടക്കാൻ പാടില്ല. കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാ. രാത്രി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റലുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന്. പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു. ഈ സോറിയാസിസ് വന്ന് തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു. അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥന കൂട്ടി തന്നെ ഇരിക്കുമ്പോഴേക്ക് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞെട്ടി തൊടുമ്പോൾ ബാലൻസ് വന്നത് തലയിൽ തൊടുമായിരുന്നു. അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ്യ തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും മാറില്ല. സോറിയാസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാന ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു. എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു പാട് പോലും എൻ്റെ ശരീരത്തില്ല. കാരണം എനിക്ക് സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു അത്. ഏറ്റവും വലിയ സോറിയാസിസ് ആയിരുന്നു. കാരണം എല്ലായിടും കുഴിയായിരുന്നു. ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതുപോലെ വ്രണമായിരുന്നു. 3 ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പൂർണ്ണമായും സോറിയാസിസ് മാറ്റിത്തന്നു. പിന്നെ 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്ു. എൻ്റെ 10 വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ. കാരണം ആർത്രൈറ്റിസ് വന്നതാണ്. നടക്കാൻ കൂടി എനിക്ക് വയ്യ. 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. ആ തിരിച്ചു വന്ന അന്ന് മാറിയതാണ് എൻ്റെ ആർത്രൈറ്റിസ്. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 125 പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി ഞങ്ങൾ 5 ചേട്ടത്തി അനിയത്തിമാർ, എൻ്റെ ആങ്ങള, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും, റോഡ് സൈഡിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് കാണുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇത്രയും അസുഖമുണ്ടായിരുന്നു, ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാണ്, ഞാൻ